വാങ്ങി മുട്ട ഇത്ര രൂപ 170 രൂപ കൂടുതൽ ശതമാനം ലാഭം 7 ഭാഗത്തിൽ ഒരു ഭാഗം പോയി ബാക്കി 7 ഭാഗത്തിൽ 6 ഭാഗം 7 ആണ് 56 ആണ് 125% എത്രയുടെ റേഷ്യോ 5:2 ആണെങ്കിൽ ഇവിടെ റേഷ്യോ 2:5 ലാഭം 8 ഈ വ്യത്യാസമാണ് നമ്മളോട് പറയുന്ന 60. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് 10 2.0 എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പരീക്ഷയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, RRB പരീക്ഷകൾക്ക് എസ്പെഷ്യലി ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഈ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. ഓരോ ചോദ്യങ്ങളും നല്ലവണ്ണം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ഇത് 100% പ്രയോജനമായിരിക്കും. ഇനി എല്ലാ ചോദ്യവും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളിത് കാണണം, പഠിക്കണം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ഈ ചാനൽ താരതമ്യേന പുതിയൊരു ചാനലാണ് ഈ ട്രിക് 10 2.0 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തോന്നിയാൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ RRB എക്സാമുകളൊക്കെ എഴുതുന്ന മറ്റുള്ളവർക്ക് ഈ ചാനൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്ക് ഈ ട്രിക് 10 RRB എന്ന പേരിൽ ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ടെലിഗ്രാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോളായിട്ടൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. ഇനിയും ക്ലാസ്സുകളും പോളുകളും ഒക്കെ അതിനകത്ത് വന്നു തുടങ്ങും. അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ജസ്റ്റ് ടെലിഗ്രാമിൽ മേളിൽ സെർച്ച് ചെയ്യുക. അവിടെ ട്രിക് 10 RRB TRIG സ്പേസ് ഇട്ട് TURN വീണ്ടും സ്പേസ് ഇട്ട് RRB എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അതുവഴി വേണമെങ്കിൽ നമുക്ക് ജോയിൻ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന കാര്യമാണ് ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടെ തരുമോ എന്നുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്, മലയാളത്തിൽ ചോദ്യങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ രണ്ടുപേരെയും പരിഗണിച്ചുകൊണ്ട് പകുതി ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും പകുതി ചോദ്യങ്ങൾ മലയാളത്തിലുമായിരിക്കും. ഇനി ഇംഗ്ലീഷ് വായിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ ചോദ്യം ചെയ്തു തുടങ്ങും. ചോദ്യം ഇങ്ങനെയാണ്, 2022 ചോദ്യം. അനുരാഗ് ലോസസ് 1/7 ഓഫ് ദി പർച്ചേസ് പ്രൈസ് ബൈ സെല്ലിംഗ് എ പെൻ ഫോർ ₹144. അതായത് അനുരാഗ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു പേന 144 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾ പർച്ചേസ് ചെയ്ത പ്രൈസിൻ്റെ 1/7 നഷ്ടപ്പെട്ടു. ഒന്നുകൂടെ പറയുന്നു, അനുരാഗ് എന്ന് പറയുന്ന ആള് ഒരു പേന 144 രൂപയ്ക്ക് വിറ്റപ്പോൾ, ഓക്കെ, അയാൾ പർച്ചേസ് ചെയ്താന്ന് പറഞ്ഞാൽ അനുരാഗ് വാങ്ങിയ, അതായത് അനുരാഗ് എവിടുന്നോ വാങ്ങിയ, അനുരാഗ് വാങ്ങിയ വിലയുടെ 1/7 അങ്ങ് നഷ്ടപ്പെട്ടു. ഓക്കെ, ക്ലിയർ ആണ്? If the pen is sold for ₹189, what will be the profit percentage? അങ്ങനെയാണ് ഈ പെന്ന് 189 രൂപയ്ക്ക് വിറ്റായിരുന്നെങ്കിൽ ലാഭശതമാനം എത്ര എന്നതാണ് ചോദ്യം. ചോദ്യം ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയുന്നു, അനുരാഗ് എന്ന് പറയുന്ന ആള് അയാൾ വാങ്ങിയ വില എത്രയാണോ അതിൻ്റെ 1/7 നഷ്ടപ്പെട്ടു 144 രൂപയ്ക്ക് വിറ്റപ്പോൾ. അപ്പോൾ അനുരാഗ് വാങ്ങിയ വിലയുടെ 1/7 എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ടു 144 രൂപയ്ക്ക് വിറ്റപ്പോൾ. അങ്ങനെയാണ് ഈ പെന്ന് 189 രൂപയ്ക്ക് വിറ്റാൽ അവിടുത്തെ ലാഭശതമാനം എത്ര കിട്ടും എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നന്നായി അറിയാവുന്നവർക്കറിയാം. അനുരാഗ് 144 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾ വാങ്ങിയ വിലയുടെ 1/7 ആണ് നഷ്ടപ്പെട്ടത്. 1/7 അർത്ഥം എന്തുവാ? അയാളുടെ വാങ്ങിയ വില മൊത്തം 7 ഭാഗമാണെങ്കിൽ
അതിലൊരു ഭാഗം അയാൾക്ക് നഷ്ടപ്പെട്ടു. ആലോചിച്ചു നോക്ക്. വാങ്ങിയ വില മൊത്തം 7 ഭാഗമാണെങ്കിൽ അതിലൊരു ഭാഗം അയാൾക്ക് നഷ്ടപ്പെട്ടു, ബാക്കി 6 ഭാഗം കിട്ടി. അപ്പം 144 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അയാൾക്ക് 7 ഭാഗത്തിൽ 6 ഭാഗം കിട്ടും. ഓക്കെ ആണോ? അപ്പൊ വാങ്ങിയ വിലയുടെ കോസ്റ്റ് പ്രൈസിന്റെ 6/7 ഭാഗമാണ് 144. ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയുന്നു. 144 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു. അപ്പൊ അയാൾക്ക് 1/7 നഷ്ടപ്പെട്ടു. അപ്പൊ എത്ര കിട്ടി? 6/7 കിട്ടി. കാര്യം 7 ഭാഗത്തിൽ ഒരു ഭാഗം പോയി, ബാക്കി 7 ഭാഗത്തിൽ 6 ഭാഗം കിട്ടി. അപ്പോ വാങ്ങിയ വില എത്രയാണോ അതിന്റെ 6/7 ആണ് മക്കളെ 144. ക്ലിയർ ആണോ? അപ്പോ വാങ്ങിയ വില എത്രയാണ് എന്ന് കാണാൻ ഈ 6/7 അപ്പുറത്ത് പോയാൽ പോരെ? 144 ഇൻറ്റു 6/7 അപ്പുറത്ത് പോകുമ്പോൾ മക്കളെ 7/6 ആവും. ഡൗട്ട് ഉണ്ടോ? ഒരു സമചിഹ്നത്തിന് അപ്പുറത്തേക്ക് പ്ലസ് പോയാൽ മൈനസ് ആവും, മൈനസ് പോയാൽ പ്ലസ് ആവും, ഇൻറ്റു പോയാൽ ഡിവിഷൻ ആവും, ഡിവിഷൻ പോയാൽ ഇൻറ്റു ആവും. ഇനി ഒരു സമചിഹ്നത്തിന് അപ്പുറത്തേക്ക് ഒരു ഭിന്നമാണ് പോകുന്നതെങ്കിൽ താഴെയുള്ളത് മേളിലും മേളിലുള്ളത് താഴെയും വരും. അപ്പൊ ഇവിടെ നിന്ന് ഒരു ഭിന്നം 6/7 ആണ് അപ്പുറത്ത് പോകുന്നതെങ്കിൽ 7/6 ആവും. 6 144 കൂടെ നമുക്ക് വെട്ടിക്കളയാം. 144 6 കൂടെ വെട്ടിക്കളഞ്ഞാൽ 2 12 24 വരും. 24 ഗുണം 7 168. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ സാധനത്തിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് 168 ക്ലിയർ ആണ്. ഇവിടെ വരെ സെറ്റാണ്. അപ്പൊ ഞാൻ ഇവിടെ വരെ ഒന്നുകൂടെ പറയുന്നു. ഒരു സാധനത്തിന്റെ വാങ്ങിയ വില എത്രയാണോ അതിന്റെ 1/7 പോയി. എപ്പോ പോയി? 144 വിൽക്കുമ്പോൾ. എടാ 144 വിൽക്കുമ്പോൾ എൻ്റെ 1/7 പോയി. അപ്പൊ 144 വിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയത് 6/7 ആണ്. അപ്പോ എൻ്റെ വാങ്ങിയ വിലയുടെ കോസ്റ്റ് പ്രൈസിന്റെ 6/7 ആണ് 144 എനിക്ക് കിട്ടിയത്. 1/5 പോയായിരുന്നെന്ന് പറഞ്ഞാൽ 4/5 ആ കിട്ടിയത്. 2/3 പോയായിരുന്നെന്ന് പറഞ്ഞാൽ 1/3 ആ കിട്ടിയത്. അപ്പൊ 1/7 ആ പോയെ, ബാക്കി 6/7 കിട്ടി. അപ്പൊ എൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണോ അതിന്റെ 6/7 ആണ് 144. ഓക്കെ ആണോ? വേണമെങ്കിൽ കോസ്റ്റ് പ്രൈസിനെ നമുക്ക് ഈ പറയുന്ന പോലെ എക്സ് എന്ന് വിളിക്കാം. എക്സ് ഇൻറ്റു 6/7 144. എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഞാൻ ആ എക്സിന്റെ സ്ഥാനത്ത് കോസ്റ്റ് പ്രൈസ് എന്ന് ഇട്ടെന്നേ ഉള്ളൂ. അപ്പൊ എൻ്റെ കോസ്റ്റ് പ്രൈസിന്റെ 6/7 ആണ് 144. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില എത്രയാന്ന് ചോദിച്ചാൽ 144 ഇൻറ്റു 7/6. ഇത് വെട്ടിക്കളയുമ്പോൾ 24 ആവും. 24 ഇൻറ്റു 7 168. അപ്പൊ ഈ സാധനത്തിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ 168. ഡൗട്ട് ഉണ്ടോ? ഇനി നമ്മളോട് എന്തോ ചോദിക്കുന്നത്? വാട്ട് വിൽ ബി ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇഫ് ദ പെൻ ഈസ് സോൾഡ് ഫോർ ₹189? അങ്ങനെയാണെങ്കിൽ ഈ സാധനം 189 വിറ്റാൽ ലാഭശതമാനം എത്ര എന്നതാണ് ചോദ്യം. ഈ സാധനം 189 വിറ്റാൽ ലാഭശതമാനം എത്ര? അതായത് 168 സാധനം 189 വിറ്റാൽ ലാഭശതമാനം. മക്കളെ, ഇത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. എന്നാലും ഞാൻ വളരെ ബേസിക്കായി നിർബന്ധമായും പഠിക്കേണ്ട ഒരു സാധനം പറയുന്നു. നിങ്ങളോട് എപ്പോഴെങ്കിലും ലാഭശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 നിങ്ങൾക്കറിയാവുന്നതാണ്, എന്നാലും ഓർമ്മിപ്പിച്ചു. നിങ്ങളോട് എപ്പോഴെങ്കിലും നഷ്ടശതമാനം കാണാൻ പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഒന്നുകൂടെ പറയുന്നു, എപ്പോഴെങ്കിലും ലാഭശതമാനം കാണാൻ പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം കാണാൻ പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇനി പലരുടെയും ഈ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ വരും. അപ്പോഴും പലരുടെയും ഡൗട്ട്, എടാ വാങ്ങിയ വിലയാണോ വിറ്റ വിലയാണോ അടിയിൽ കൊടുക്കുക? മക്കളെ, നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചാണ് നമുക്ക് ലാഭവും നമുക്ക് നഷ്ടവും നിശ്ചയിക്കുക. നമ്മൾ എത്ര രൂപ മുടക്കുന്നു, മുടക്കി ഇപ്പൊ 10 രൂപ മുടക്കി 2 രൂപ ലാഭം, 10 2. അപ്പം മുടക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചാണ് ലാഭവും നഷ്ടവും.
മുടക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വാങ്ങിയ വില. ഓക്കെ ആണോ? അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ലാഭശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇങ്ങനെയാണ്: 168 രൂപയ്ക്ക് വാങ്ങിയ സാധനം 189 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ നിങ്ങൾ പറ, ഇവിടുത്തെ ലാഭം എത്ര? 168ന്റെ സാധനം 189 വിറ്റാൽ ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് 21 രൂപയാണ്. നിങ്ങൾ അതെങ്ങനെ മനസ്സിലായി? 189 മൈനസ് 168 അല്ലേ തന്നെ വളരെ സിമ്പിളായി, എല്ലാവർക്കും അറിയാം. 168ന്റെ സാധനം 189 വിറ്റു. അപ്പൊ എന്റെ ലാഭമാണ്. കാര്യം 168 മുടക്കിയപ്പോൾ എനിക്ക് 189 കിട്ടി. 189 168 പോയി, ലാഭം 21. ലാഭശതമാനം കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം, ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. മക്കളെ, ലാഭം 21, വാങ്ങിയ വില എന്ന് പറയുന്നത് 168 ഇൻറ്റു 100. ഓക്കെ ആണ്. ഇനി 21 168 എനിക്ക് പെട്ടെന്നറിയാം 7 കൊണ്ട് വെട്ടാമെന്ന്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണേൽ 2 കൊണ്ട് വെട്ടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കൊണ്ട് വെട്ടാം, നിങ്ങളുടെ സൗകര്യം. അപ്പം മേളിലും താഴെയും ഞാൻ 7 കൊണ്ട് വെട്ടുമ്പോൾ 7നെ 21നെ 7 കൊണ്ട് ഹരിച്ചാൽ 3 ആവും. 168നെ 7 കൊണ്ട് ഹരിച്ചാൽ 7 2 14 24 ആവും. ഇനി 3 21 കൊണ്ട് തന്നെ വെട്ടാം കേട്ടോ, ഒറ്റയടി. 21 ഗുണം 8 168 എന്ന് പറയുന്ന സാധനം. കാര്യം 20 ഗുണം 8 160, 1 ഗുണം 8 8, അങ്ങനെ വേണം ചിന്തിക്കാൻ. ഇനി 3ഉം 24ഉം നമുക്ക് 3 കൊണ്ട് ഹരിച്ചാൽ താഴെ 8 വരും. ഇനി 100നെ 8 കൊണ്ട് ഹരിക്കണം. 100നെ 5 കൊണ്ട് 2 കൊണ്ട് ഹരിച്ചാൽ ഇത് 50 ആവും, ഇത് 4 ആവും. 50നെ വീണ്ടും ഹരിച്ചാൽ 25 ആവും, 2 ആവും. 25നെ വീണ്ടും ഹരിച്ചാൽ നമ്മുടെ ഉത്തരം 12.5 എന്ന് വരും. അല്ലെ 100നെ 8 കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഹരിച്ചാലും നമ്മുടെ ഉത്തരം 12.5%. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്? മുമ്പോട്ട് പോകാം. അപ്പൊ ചെയ്ത സ്റ്റെപ്പ് എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടെ പറയുന്നു. വാങ്ങിയ വിലയുടെ 1/7 നഷ്ടപ്പെട്ടു 144ന് വിറ്റപ്പോ. അപ്പോൾ വാങ്ങിയ വിലയുടെ 6/7 നമുക്ക് കിട്ടി. വാങ്ങിയ വില CP ആണെങ്കിൽ അതിന്റെ 6/7, CP ഇൻറ്റു 6/7 ആണ് 144. അപ്പൊ CP കാണാൻ 144 ഇൻറ്റു 7/6 168. വാങ്ങിയത് 168, 189ന് വിറ്റാൽ ലാഭം 21. ലാഭശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. 21 ബൈ 168 ഇൻറ്റു 100. നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ വെട്ടിക്കൊള്ളുക. 12.5%. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇങ്ങനെയാണ്: ഒരു കുട്ടി 16 രൂപയ്ക്ക് 18 മുട്ടകൾ എന്ന നിരക്കിൽ വാങ്ങി 20 രൂപയ്ക്ക് 22 മുട്ടകൾ എന്ന നിരക്കിൽ വിൽക്കുന്നു. എങ്കിൽ അവന് ലാഭമോ നഷ്ടമോ ശതമാനം എത്ര എന്നതാണ് ചോദ്യം. 2018 ഗ്രൂപ്പ് ഡി ആണ് ചോദ്യം. ഈ മോഡൽ ചോദ്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം. വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കുറേ ചോദ്യങ്ങൾ ഞാൻ പ്രീവിയസിൽ കണ്ടു. അതായത് ഒരു കുട്ടി 16 രൂപയ്ക്ക് 18 മുട്ടകൾ എന്ന രീതിയിൽ വാങ്ങി. ആലോചിച്ച് നോക്ക്. 16 രൂപ കൊടുക്കുമ്പോൾ 18 മുട്ടകൾ നമുക്ക് കിട്ടും എന്ന രീതിയിൽ വാങ്ങി. എന്നിട്ട് 20 രൂപയ്ക്ക് 22 മുട്ടകൾ എന്ന രീതിയിൽ വിറ്റു. അപ്പൊ 20 രൂപ മുടക്കുമ്പോൾ 22 മുട്ടകൾ വിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഇതിനെ വിറ്റു. ഈ ഒരു രീതി നോക്കിയാൽ, ഈ ഒരു നിരക്കിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്താൽ അവന് ലാഭമാണോ നഷ്ടമാണോ ശതമാനം എത്ര? മക്കളെ, ഇത് ശരിക്കും ചെയ്യുന്ന രീതി 16 രൂപയ്ക്ക് 18 മുട്ടകൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു മുട്ടയുടെ 16 രൂപയ്ക്ക് 18 മുട്ട കിട്ടും. അപ്പോൾ ഒരു മുട്ടയുടെ വാങ്ങിയ വില കാണാൻ 18/16. ഇനി 20 രൂപയ്ക്ക് 22 മുട്ടകൾ വിൽക്കും. അപ്പോൾ ഒരു മുട്ടയുടെ വിറ്റ വില കാണാൻ 22/20. ഇത് നല്ല രീതിയിൽ പോയിന്റ് ആവും. അപ്പോൾ ഒരു മുട്ടയുടെ വാങ്ങിയ വിലയും ഒരു മുട്ടയുടെ വിറ്റ വിലയും കണ്ടുപിടിച്ച് അതിൻ്റെ ലാഭവും നഷ്ടവും ശതമാനവും ഒക്കെ നോക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്തു വരുമ്പോഴത്തേക്കിന് പരീക്ഷ അതിൻ്റെ പാടിന് പോകും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു സാധനം പറയാം. എത്തരം ചോദ്യം. ഈ മോഡൽ നിങ്ങൾ കണ്ടോ? ഇത്ര മുട്ട ഇത്ര രൂപയ്ക്ക് വാങ്ങി, ഇത്ര മുട്ട ഇത്ര രൂപയ്ക്ക് വിറ്റു, ഇത്ര സാധനം ഇത്ര രൂപയ്ക്ക് വാങ്ങി,
ഇത്ര സാധനം ഇത്ര രൂപയ്ക്ക് വിറ്റു. അതായത് ഇവിടെ വാങ്ങിയതിൻ്റെ എണ്ണവും പറയും, അതിൻ്റെ പൈസയും പറയും, വിറ്റതിൻ്റെ എണ്ണവും പറയും, അതിൻ്റെ പൈസയും പറയും. അപ്പൊ ഇത്ര സാധനം ഇത്ര രൂപയ്ക്ക് വാങ്ങി, ഇത്ര സാധനം ഇത്ര രൂപയ്ക്ക് വിറ്റു. ഈ മോഡൽ വാങ്ങിയ എണ്ണം പൈസ, വിറ്റ എണ്ണം പൈസ. ഈ ഒരു മോഡൽ ചോദ്യമാണെങ്കിൽ നമ്മൾ ആദ്യം എണ്ണം എഴുതണം, രണ്ടാമത് പൈസ എഴുതണം. ആദ്യം എണ്ണം എഴുതണം, രണ്ടാമത് പൈസ എഴുതണം. എണ്ണം എഴുതണം, രണ്ടാമത് പൈസ എഴുതണം. എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ആദ്യം എണ്ണം, രണ്ടാമത് പൈസ. ചോദ്യത്തിൽ അവർ തിരിച്ചും മറിച്ചും ഒക്കെ പറയും, പക്ഷെ നമ്മൾ ആദ്യം എണ്ണം, രണ്ടാമത് പൈസ. ഈ രീതിയിൽ വേണം ഫോളോ ചെയ്യാൻ. ഇനി നിങ്ങളത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു, ആദ്യം എണ്ണം വാങ്ങിച്ച് കൈ പിടിച്ചതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പൈസ കൊടുക്കുകയുള്ളൂ. അപ്പൊ ആദ്യം എണ്ണം കയ്യിൽ, പിന്നെ പൈസ ഉള്ളൂ. അപ്പൊ അവർ തിരിച്ചും മറിച്ചും പറഞ്ഞാലും എണ്ണം പൈസ. 16 രൂപയ്ക്ക് 18 മിഠ വാങ്ങി. അപ്പൊ എണ്ണം മക്കളെ 18, കൊടുത്ത പൈസ മക്കളെ 16. ഇനി 20 രൂപയ്ക്ക് 22 മുട്ട വിറ്റു. അപ്പൊ എണ്ണം മക്കളെ 22, കൊടുത്ത പൈസ മക്കളെ 20. ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഒന്നുകൂടെ പറയുന്നു, ആദ്യം നമ്മൾ എണ്ണം, രണ്ടാമത് പൈസ. 16 രൂപയ്ക്ക് 18 മുട്ട, എണ്ണം 18, കൊടുത്ത പൈസ 16. 20 രൂപയ്ക്ക് 22 മുട്ട, എണ്ണം 22, കൊടുത്ത പൈസ 20. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടോട്ട് എഴുതുക. 18 ഗുണം 2, ഇവിടുന്ന് പോകുന്നുണ്ട് ഇവിടോട്ട്. 18 ഗുണം 20 എന്ന് പറയുന്നത് 360. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടോട്ട് എഴുതുക. 16 ഗുണം 22, 16 ഗുണം 10 160, 20 320. 22 എന്ന് പറയുമ്പോൾ ഒരു 32 കൂടെ ചേർത്ത് 352. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടോട്ട് എഴുതി 360. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടോട്ട് എഴുതി 352. ഇവിടെ വരെ ഓക്കെ ആണ് മക്കളെ. ഈ ആദ്യം കിട്ടിയ വാല്യൂ ആയിരിക്കും നിങ്ങളുടെ വാങ്ങിയ വില, രണ്ടാമത് കിട്ടിയ വാല്യൂ ആയിരിക്കും നിങ്ങളുടെ വിറ്റ വില. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോളുക. ഇത് ഓർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പറയുന്നു, വാങ്ങുകയാണ് ആദ്യം, പിന്നെ വിൽക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തേത് വാങ്ങിയത്, പിന്നത്തേത് വിറ്റത്. ഇനി നിങ്ങൾ പറ, 352 രൂപയ്ക്ക് വാങ്ങി, 360 രൂപയ്ക്ക് വിറ്റു. 352 രൂപയ്ക്ക് വാങ്ങി, 360 രൂപയ്ക്ക് വിറ്റു. നീ പറ, ലാഭമാണോ നഷ്ടമാണോ? ലാഭമാ. 352 രൂപയ്ക്ക് വാങ്ങിയിട്ട് 360 രൂപയ്ക്ക് വിറ്റു, സംഭവം ലാഭമാ. ലാഭം എത്രയാ? 8 രൂപ ലാഭമാ. ലാഭശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. മക്കളെ, ലാഭം 8, വാങ്ങിയ വില 352 ഇൻറ്റു 100. ലാഭം 8, വാങ്ങിയ വില 352 ഇൻറ്റു 100. ഓക്കെ ആണോ? ഇനി നമുക്ക് 8ഉം 352ഉം വെട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. 8ഉം 352ഉം നമുക്ക് 8 കൊണ്ട് ഹരിക്കാം. 8 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ഇത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും 4 32 44 എന്ന് വരും. ഇതിനെ നമുക്ക് വീണ്ടും ഈ പറയുന്ന പോലെ 100നെയും 44നെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, അല്ലെങ്കിൽ 4 കൊണ്ട് ഹരിക്കാം, നിങ്ങളുടെ സൗകര്യം. ഞാനാണ് താഴെ മേളിലും 4 കൊണ്ട് ഹരിക്കുമ്പോൾ മേളിൽ 25ഉം താഴെ 11ഉം വരും. അല്ലെ 2 പ്രാവശ്യം 2 കൊണ്ട് ഹരിച്ചാലും 50, ഇവിടെ 22, 25, 11. സോ നമ്മുടെ ഉത്തരം 25/11% ലാഭം എന്ന് കിട്ടും. 25/11% ലാഭം. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു, ശ്രദ്ധിക്കുക. എണ്ണം നമ്മൾ ആദ്യം എഴുതി, രണ്ടാമത് പൈസ. 16 രൂപയ്ക്ക് 18 മുട്ട, 18, കൊടുത്ത പൈസ 16. 20 രൂപയ്ക്ക് 22 മുട്ട, 20, കൊടുത്ത പൈസ 22. 18ഉം 22ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടോട്ട് എഴുതുന്നു. സോറി, ഞാൻ അടുത്ത എഴുതിയ മാറിപ്പോയി. 20 രൂപയ്ക്ക് 22 മുട്ട, അപ്പൊ എണ്ണം 22, കൊടുത്ത പൈസ 20. എണ്ണം ആദ്യം. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 360, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 352. ഈ കിട്ടിയതാണ് വാങ്ങിയ വില,
ഈ കിട്ടിയതാണ് വിറ്റ വില. ഇനി നിങ്ങൾ നൈസായിട്ടൊന്ന് ആലോചിച്ച് നോക്കെ, 352 സാധനം 360 വിൽക്കുന്നു. ലാഭം 8, ലാഭം 8 രൂപ. ലാഭശതമാനം കാണാൻ ലാഭമായ 8 വാങ്ങിയ വിലയായ 352 × 100 സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഇനി പ്രോഫിറ്റ് ആണ് പോസിറ്റീവ്, ലോസ് ആണ് നെഗറ്റീവ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കുന്ന ഒരു മെത്തേഡുണ്ട്. ഇങ്ങനെ ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും നോക്കണ്ട, നമുക്ക് തന്നെ നമ്മുടെ യുക്തിപ്രകാരം ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാവും. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം. എ സെല്ലർ ബൈസ് എ ഡസൻ പെൻസിൽ ഫോർ ₹25. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സെല്ലർ 1 ഡസൻ പെൻസിൽ 25 രൂപയ്ക്ക് വാങ്ങി. 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 പെൻസിൽ 25 രൂപയ്ക്ക് വാങ്ങി. ആൻഡ് സെൽസ് 5 പെൻസിൽ ഫോർ ₹12. എന്നിട്ട് 5 പെൻസിൽ 12 രൂപയ്ക്ക് വിറ്റു. ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓർ ലോസ് പെർസെൻറ്റേജ്. അങ്ങനെയാണ് ലാഭമാണോ നഷ്ടമാണോ ശതമാനം എത്ര. അതായത് ഒന്നുമില്ല, 12 പെൻസിൽ 25 രൂപയ്ക്ക് വാങ്ങി, 5 പെൻസിൽ 12 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഇത്ര സാധനം ഇത്ര രൂപയ്ക്ക് വാങ്ങി, ഇത്ര സാധനം ഇത്ര രൂപയ്ക്ക് വിറ്റു. അപ്പോഴേ നമ്മൾ എടുക്കുക, നമ്മൾ ആദ്യം എണ്ണം, രണ്ടാമത് പൈസ. 1 ഡസൻ പെൻസിൽ എണ്ണം 12, കൊടുത്ത പൈസ 25. ഡസൻ 25 എന്ന, അപ്പൊ ഒന്നൊന്നും കൊടുത്തു കളയല്ലേ. ഡസൻ എന്ന് പറഞ്ഞാൽ 12, 25. 5 പെൻസിൽ 12 രൂപയ്ക്ക്, 12 എണ്ണം 25 രൂപയ്ക്ക് വാങ്ങി, 5 എണ്ണം 12 രൂപയ്ക്ക് വിറ്റു. അപ്പൊ നമ്മൾ 12ഉം 12ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടോട്ട് എഴുതി 144. 25ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടോട്ട് എഴുതി 125. ഓക്കെ. ആദ്യം കിട്ടുന്നത് വാങ്ങിയ വിലയും രണ്ടാമത് കിട്ടുന്നത് വിറ്റ വിലയുമാണ്. അപ്പോൾ വാങ്ങിയത് 125ഉം രണ്ടാമത് 144. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക, 125 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി, 144 രൂപയ്ക്ക് വിറ്റു. നീ പറ, ലാഭമാണോ നഷ്ടമാണോ? ലാഭമാ സുഹൃത്തെ. 125ന്റെ സാധനം 144 രൂപയ്ക്ക് വിറ്റാൽ ഇവിടെ എനിക്ക് ലാഭമാ. ലാഭം എന്ന് പറയുന്നത് 19 രൂപയാണ്. എങ്ങനെ കിട്ടി? 144ഉം 125ഉം തമ്മിലുള്ള വ്യത്യാസം 19. ലാഭശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില × 100. ലാഭം എന്ന് പറയുന്നത് 19 വാങ്ങിയ വില എന്ന് പറയുന്നത് 125 × 100. ഇനി 100ഉം 125ഉം നമുക്ക് 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടിയാൽ മേളിൽ 4 വരും, താഴെ 25 കൊണ്ട് വെട്ടാം. 25 കൊണ്ട് വെട്ടിയാൽ മേളിൽ 4 വരും, താഴെ 5 വരും. 25 4 100, 25 5 125. ഇനി വെട്ടാനായിട്ടൊന്നുമില്ല. 19 ഗുണം 4, 19 ഗുണം 4 എന്ന് പറയുമ്പോൾ 76 വരും. 76 വരും. 76നെ 5 കൊണ്ട് ഹരിക്കണം. ഇനി ഓപ്ഷനിൽ നോക്കി തന്നെ മനസ്സിലാവും, 76നെ എന്തായാലും പൂർണ്ണമായിട്ട് ഹരിക്കാൻ എന്തായാലും പറ്റൂല. ഹരിച്ചു നോക്കുക. നമ്മുടെ ഉത്തരം 15.2% ലാഭം എന്ന് മനസ്സിലാവും. ഇനി ഓപ്ഷൻ നല്ലതായിട്ടൊന്ന് ചെക്ക് ചെയ്താൽ ഹരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാര്യം കറക്റ്റ് ആയിട്ട് വരത്തില്ല. നഷ്ടമല്ല. അപ്പൊ ഈ 2 നഷ്ടവും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് 15% ലാഭവും 15.2% ലാഭവും. അപ്പൊ എന്തായാലും പോയിന്റ് വരും. 15.2% ലാഭമാണ്. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. എ മാൻ ബൈസ് 5 pence for 1 rupee and sell 4 for 1 rupee. Find the profit percentage. മലയാളത്തിൽ പറഞ്ഞാൽ 5 പേന 1 രൂപയ്ക്ക് വാങ്ങി, 4 പേന 1 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണ് ലാഭശതമാനം. മക്കളെ, എണ്ണം പൈസ. 5 പേന 1 രൂപയ്ക്ക് വാങ്ങി, എണ്ണം 5, കൊടുത്ത പൈസ 1. 4 പേന 1 രൂപയ്ക്ക് വിറ്റു, എണ്ണം 4, കൊടുത്ത പൈസ 1. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 5ഉം 1ഉം 5. 6 എഴുതിയൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു, നിങ്ങൾ എഴുതരുത്. 4 1ഉം 4. ഓക്കെ മക്കളെ, ഇത് വാങ്ങിയ വില, ഇത് വിറ്റ വില. നിങ്ങൾ പറ, 4 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി, 5 രൂപയ്ക്ക് അത് വിറ്റു സുഹൃത്തെ. 4 രൂപയ്ക്ക് വാങ്ങി, 5 രൂപയ്ക്ക് വിറ്റു. സിമ്പിൾ ലോജിക്. നിങ്ങളുടെ 4ന്റെ സാധനം 5ന് വിറ്റാൽ ലാഭമാണ്. 1 രൂപ ലാഭം. ലാഭശതമാനം കാണാൻ ലാഭമായ 1 വാങ്ങിയ വിലയായ 4 × 100. അപ്പൊ വെട്ടാനായിട്ടൊന്നുമില്ല. 100നെ 4 കൊണ്ട് ഹരിക്കണം. 100നെ 4 കൊണ്ട് ഹരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം,
2 പ്രാവശ്യം പകുതി എടുത്താൽ മതി. ഏതൊരു സംഖ്യയും 4 കൊണ്ട് ഹരിക്കാൻ 2 പ്രാവശ്യം പകുതി എടുത്താൽ മതി. സിമ്പിളായി 100നെ 4 കൊണ്ട് ഹരിക്കാൻ 100ന്റെ പകുതി 50, 50ന്റെ പകുതി 25. നമ്മുടെ ഉത്തരം 25% എന്ന് കിട്ടും. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു സാധനം ഞാൻ പറയാം. സാറേ സംഭവമൊക്കെ എനിക്ക് മനസ്സിലായി, ഇതിൻ്റെ അകത്തിൽ നെഗറ്റീവ് വരുന്ന അല്ലെങ്കിൽ ലോസ് വരുന്ന ഒരു ചോദ്യം കൂടെ പറയുമോ എന്ന് ചിന്തിക്കും. ലോസ് വരുന്ന ഒരു ചോദ്യം കൂടെ ഞാൻ പറയാം. 18 പേന 15 രൂപയ്ക്ക് വാങ്ങി, 10 പേന 8 രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭമോ നഷ്ടമോ ശതമാനം എത്ര? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 18 പേന 15 രൂപയ്ക്ക് വാങ്ങി, 10 പേന 8 രൂപയ്ക്ക് വിറ്റു. എണ്ണവുമുണ്ട് പൈസയുമുണ്ട്, എണ്ണവുമുണ്ട് പൈസയുണ്ട്. അപ്പം നമ്മൾ ആദ്യ എണ്ണം, രണ്ടാമത് പൈസ. എണ്ണം 18 പേന 15 രൂപയ്ക്ക് വാങ്ങി, എണ്ണം 18, പൈസ 15. എണ്ണം 10 പേന 8 രൂപയ്ക്ക് വിറ്റു. 18 ഗുണം 8 144 ഇവിടോട്ട് എഴുതി. 15 ഗുണം 10 150 ഇവിടോട്ട് എഴുതി. ഇനി നിങ്ങൾ പറ, ഇത് വാങ്ങിയ വില, ഇത് വിറ്റ വില. 150 രൂപയുടെ സാധനം വിറ്റപ്പോൾ എനിക്ക് 144 രൂപയാണ് കിട്ടിയത്. 150 രൂപയുടെ സാധനം വിറ്റപ്പം 144 രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ സംഭവം എനിക്ക് നഷ്ടമല്ലേ? സിമ്പിൾ ലോജിക്കൽ ആലോചിക്കുക. എടാ 150 രൂപയുടെ സാധനമാണ്, ഞാൻ വിറ്റപ്പോൾ എനിക്ക് 144 രൂപ കിട്ടിയുള്ളൂ, എനിക്ക് നഷ്ടമാണ്. നഷ്ടം എത്ര? 6 രൂപ നഷ്ടം. അതെങ്ങനെ മനസ്സിലായി? 150 മൈനസ് 144 6. അപ്പം നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം എത്ര? വാങ്ങിയ വില എത്ര? 150 ഇൻറ്റു 100. എപ്പോഴും ഓർത്തോളുക, നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഈ 0 ഇവിടെ പോയി. 10ഉം 15ഉം നമുക്ക് 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടിയാൽ മേളിൽ 2 താഴെ 3. 6ഉം 3ഉം നമുക്ക് 6 കൊണ്ട് വെട്ടാം, 3 കൊണ്ട് വെട്ടാം, മേളിൽ 2. 2 ഗുണം 2. നമ്മുടെ ഉത്തരം 4% നഷ്ടമാണ് എന്ന് നമുക്ക് നിസ്സംശയം നമുക്ക് പറയാം. ഓക്കെ ആണോ? അപ്പൊ ഈ മോഡലിലുള്ള ചോദ്യം ഇനി എങ്ങനെ വന്നാലും നിങ്ങൾ ചെയ്യും എന്ന് തന്നെ കരുതുന്നു. അടുത്ത ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: 15 ഓറഞ്ചുകളുടെ വാങ്ങിയ വിലയും 20 ഓറഞ്ചുകളുടെ വിറ്റ വിലയും തുല്യമായാൽ നഷ്ടശതമാനം എത്ര എന്നതാണ് ചോദ്യം. ഒന്നുകൂടെ പറയുന്നു. 15 ഓറഞ്ചുകളുടെ വാങ്ങിയ വിലയും 20 ഓറഞ്ചുകളുടെ വിറ്റ വിലയും തുല്യമായാൽ നഷ്ടശതമാനം എത്ര എന്നതാണ് ചോദ്യം. ഇതും ഒരു മത്സര പരീക്ഷയിലെ വളരെ കോമൺ ആയ ചോദ്യമാണ്. ഇത്ര സാധനങ്ങളുടെ വാങ്ങിയ വിലയും ഇത്ര സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമാണ്, ലാഭശതമാനം കണ്ടുപിടിക്കുക. അല്ലെ, ഇത്ര സാധനങ്ങളുടെ വാങ്ങിയ വിലയും ഇത്ര സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമാണ്, നഷ്ടശതമാനം കണ്ടുപിടിക്കുക. അപ്പൊ ഇത് പെട്ടെന്ന് ചാടിക്കേറി ഇങ്ങനൊക്കെ ചെയ്യുന്ന ടീമുകളുണ്ട്. നമുക്ക് പറ്റുന്ന തെറ്റ് ഞാൻ പറയാം. എടാ 15 സാധനങ്ങളുടെ വാങ്ങിയ വില, 20 സാധനങ്ങളുടെ വിറ്റ വില. ഇപ്പോൾ വാങ്ങിയ വില 15ഉം വിറ്റ വില 20ഉം. ഓക്കെ, ഇനി 15ന് 20ന് വിറ്റു, ലാഭം 5. ലാഭശതമാനം കാണാൻ ലാഭമായ 5 വാങ്ങിയ വിലയായ 15 ഇൻറ്റു 100 കൊടുക്കുന്ന കുറേ അധികം ആളുകളെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാറുണ്ട്. ഇത് 100% തെറ്റാണ്. അങ്ങനെ പറയാൻ കാര്യം, നമ്മൾ ഇതുവരെയുള്ള ചോദ്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇതുവരെയുള്ള എല്ലാ ചോദ്യങ്ങളിലും നമ്മൾ ചെയ്തു വന്നത് വിലയായിരുന്നു. 15 രൂപയുടെ ഓറഞ്ച് 20 രൂപയ്ക്ക് വിറ്റു, അല്ലെ 17 രൂപയുടെ മാങ്ങ 50 രൂപയ്ക്ക് വിറ്റു, അല്ലെ 1600 രൂപയുടെ സൈക്കിൾ 2000 രൂപയ്ക്ക് വിറ്റു. അവിടെ എല്ലാം വിലയാ. ഇവിടെ മക്കളെ എണ്ണമാണ്, ക്വാണ്ടിറ്റിയാണ്. കണ്ടോ? 15 ഓറഞ്ചുകളുടെ വാങ്ങിയ വിലയും 20 ഓറഞ്ചുകളുടെ വിറ്റ വിലയും. കണ്ടോ? ഇവിടെ എണ്ണമാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ചോദ്യങ്ങളിലെല്ലാം വിലയാണ്. കണ്ടോ? വില. ഇവിടെ പക്ഷെ എണ്ണമാണ്. ഇനി ഞാൻ വളരെ മുന്നോട്ട് പോകുന്ന പരീക്ഷകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ പറയാം. മക്കളെ, ഇവിടെ വാങ്ങിയതിൻ്റെ ക്വാണ്ടിറ്റി നമ്മളോട് പറയുന്നു 15, വിറ്റതിൻ്റെ ക്വാണ്ടിറ്റി നമ്മളോട് പറയുന്നു 20.
വാങ്ങിയതിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മളോട് പറയുന്ന 15, വിറ്റതിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മളോട് പറയുന്ന 20. ഓക്കെ, ഇതിനെ റേഷ്യോ ആക്കുവാണെങ്കിൽ നമുക്ക് പറയാം 15ഉം 20ഉം 5 കൊണ്ട് വെട്ടിയാൽ നമുക്ക് പറയാൻ കഴിയും 3:4. മക്കളെ, ക്വാണ്ടിറ്റിയുടെ റേഷ്യോ നമുക്ക് പറയാം 3:4. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ക്വാണ്ടിറ്റിയുടെ റേഷ്യോനെ വിലയുടെ റേഷ്യോയിലേക്ക് മാറ്റാൻ ഇതങ്ങ് തിരിച്ചിട്ടാൽ മതി. ഒന്നുകൂടെ പറയുന്നു, വാങ്ങിയ വിലയുടെയും വിറ്റ വിലയുടെയും ക്വാണ്ടിറ്റിയുടെ റേഷ്യോനെ വിലയുടെ റേഷ്യോയിലേക്ക് മാറ്റാൻ അങ്ങ് തിരിച്ചിട്ടാൽ മതി. അപ്പൊ ഇവിടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 3, വിറ്റ വില 4, ക്വാണ്ടിറ്റിയുടെ റേഷ്യോ. അപ്പൊ വിലയുടെ റേഷ്യോ എന്ന് പറയുന്നത് 4:3. ഇതങ്ങ് പഠിച്ചു വെച്ചോണം. അതായത് ക്വാണ്ടിറ്റിയെ വിലയിലേക്ക് മാറ്റാൻ അങ്ങ് തിരിച്ചിട്ടോളുക. ക്വാണ്ടിറ്റിയുടെ റേഷ്യോ 5:2 ആണെങ്കിൽ വിലയുടെ റേഷ്യോ 2:5. ക്വാണ്ടിറ്റിയുടെ റേഷ്യോ 1:3 ആണെങ്കിൽ വിലയുടെ റേഷ്യോ 3:1. ക്വാണ്ടിറ്റിയുടെ റേഷ്യോ 7:8 ആണെങ്കിൽ വിലയുടെ റേഷ്യോ 8:7. ക്വാണ്ടിറ്റിയുടെ റേഷ്യോ 1:2 ആണ്, വിലയുടെ റേഷ്യോ 2:1. ഓക്കെ ആണ്, മുമ്പോട്ട് പാ. അപ്പോൾ ക്വാണ്ടിറ്റിയുടെ റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇനി നിങ്ങൾ ഇതിനെ ഇങ്ങനെ വായിച്ചാൽ മതി. വിലയായി 4 രൂപയ്ക്ക് വാങ്ങി 3 രൂപയ്ക്ക് വിറ്റു. കണ്ടോ, 4 രൂപയ്ക്ക് വാങ്ങി 3 രൂപയ്ക്ക് വിറ്റു. ഇനി നീ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അപ്പോ സ്വാഭാവികമായും നിങ്ങൾ ആലോചിക്കുന്ന ഒരു സാധനം, സാറേ സംഭവമൊക്കെ മനസ്സിലായി, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് റേഷ്യോ തിരിച്ചിടാനൊക്കെ പറ്റും? ഇവിടെ നമ്മളോട് എന്തോ പറയുന്നത്, 15 എണ്ണത്തിന്റെ വാങ്ങിയ വിലയും 20 എണ്ണത്തിന്റെ വിറ്റ വിലയും തുല്യം. കണ്ടോ, 15 എണ്ണത്തിന്റെ വാങ്ങിയ വിലയും 20 എണ്ണത്തിന്റെ വിറ്റ വിലയും തുല്യം. അപ്പൊ നമ്മൾ ഇവിടോട്ട് വാങ്ങിയത് എഴുതി, ഈ വിറ്റത് ഇങ്ങോട്ട് കൊണ്ടുവന്നു CP/SP. ഇവിടെ ഓൾറെഡി എന്തുണ്ട്, 20 ഉണ്ട്. ഈ 15 ഇവിടേക്ക് വന്നപ്പോൾ ഡിവൈഡഡ് ബൈ 15. അപ്പൊ ഇത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് 4:3 എന്നായി. കണ്ടോ, ഈ 5 വെച്ച് വെട്ടി. അപ്പൊ CP/SP എന്ന് പറയുന്നത് 4:3. അതായത് കോസ്റ്റ് പ്രൈസിനെ നമുക്ക് 4 ആയിട്ടും സെല്ലിംഗ് പ്രൈസിനെ നമുക്ക് 3 ആയിട്ടും എടുക്കാം. അല്ലേ തന്നെ നിങ്ങൾക്കറിയാം A/B എന്ന് പറയുന്നത് A/B ആണ്. അപ്പൊ CP/SP എന്ന് പറയുന്നത് CP/SP ആണ്. CP/SP എന്ന് പറയുന്നത് 4:3. വാങ്ങിയ വില 4, വിറ്റ വില 3. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. ആക്ച്വലി ഇത് പരീക്ഷാ ഹാളിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30-40 സെക്കൻഡ് എന്തായാലും പോയി ഇവിടേക്ക് എത്തിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വാങ്ങിയതിൻ്റെയും വിറ്റതിൻ്റെയും എണ്ണമുണ്ടെങ്കിൽ അവരെ തിരിച്ചിട്ടാൽ പൈസയുടെ റേഷ്യോ ആവും. വാങ്ങിയതിൻ്റെയും വിറ്റതിൻ്റെയും എണ്ണമുണ്ടെങ്കിൽ അവരെ തിരിച്ചിട്ടാൽ പൈസയുടെ റേഷ്യോ ആവും. അപ്പൊ ഒന്നുകൂടെ പറയുന്നു, ശ്രദ്ധിക്കുക. 15 സാധനങ്ങളുടെ വാങ്ങിയ വിലയും 20 സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യം. അപ്പൊ ഇവിടുത്തെ ക്വാണ്ടിറ്റി 15ഉം 20ഉം ആണ്. അപ്പൊ ഇത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് പറയാം ക്വാണ്ടിറ്റി 3ഉം 4ഉം ആണ്. ക്വാണ്ടിറ്റിയുടെ റേഷ്യോ 3:4. അങ്ങനെയാണ് വിലയുടെ റേറ്റിന്റെ പ്രൈസിന്റെ റേഷ്യോ 4:3. ഓക്കെ ആണോ? ഇനി ഈ 3:4 ആക്കാതെ 15:20 എന്ന് എഴുതി തിരിച്ചിട്ട് 20:15 എന്ന് എഴുതിയാലും മതി. സെയിം ഉത്തരത്തിൽ തന്നെ വരും. 15:20 ആണ്, നമ്മൾ തിരിച്ചിട്ട് 20:15 എന്ന് എഴുതിയാലും മതി. പിന്നെ ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കിയെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം വിലയുടെ വിലയുടെ റേഷ്യോ 4:3. അപ്പൊ മക്കളെ, വാങ്ങിയതിന്റെ വില 4, വിറ്റതിന്റെ വില 3. ഇനി ചിലർ ചിന്തിക്കും, വാങ്ങിയതിന് വിറ്റതും വിറ്റതിന് വാങ്ങിയതും കൊടുത്താലും പോരെ, മതി. ഞാൻ പിന്നെ ഇത് വലിയ RRBയുടെ ഒക്കെ വലിയ പരീക്ഷകൾ, SSCയുടെ ഒക്കെ വലിയ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കുറെ ഇടത്ത് വരും. അപ്പൊ വാങ്ങിയത് 4, വിറ്റത് 3. ഇതിപ്പോ പൈസയായി. ഇനി നിങ്ങൾ നിങ്ങളുടെ ലോജിക്കിൽ ആലോചിച്ച് നോക്ക്. 4 രൂപയുടെ സാധനം 3 രൂപയ്ക്ക് വിൽക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 4 രൂപയുടെ സാധനം 3 രൂപയ്ക്ക് വിൽക്കുന്നു. 4 രൂപയുടെ സാധനം 3 രൂപയ്ക്ക് വിൽക്കുന്നു. നിനക്ക് ലാഭമാണോ? ഇല്ല, ലാഭമില്ല, നഷ്ടമാ. 4 രൂപയുടെ സാധനം 3 രൂപയ്ക്കാ വിറ്റത്, നഷ്ടം 1 രൂപ. നഷ്ടശതമാനം കാണാൻ
നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇവിടെ നഷ്ടമാണ്. 4 രൂപയുടെ സാധനം 3 രൂപയ്ക്ക് വിറ്റു, നഷ്ടം. നഷ്ടം ശതമാനം കാണാൻ നഷ്ടമായ 1 ബൈ വാങ്ങിയ വിലയായ 4 ഇൻറ്റു 100. 100നെ 4 കൊണ്ട് ഹരിക്കാൻ 2 പ്രാവശ്യം പകുതി എടുത്താൽ മതി. ഒരു പകുതി 50, ഇരുപകുതി വീണ്ടും പകുതി ഇപ്പോൾ 25. നമ്മുടെ ഉത്തരം 25%. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. നഷ്ടശതമാനം 25%. ഓക്കെ, ഇനി പല പുസ്തകത്തിൻ്റെ അകത്ത് കിടക്കുന്ന സാധനം CP മൈനസ് SP ബൈ SP ഇൻറ്റു 100 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അവിടെയും ഈ ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ തപ്പാൻ കുറേ ബുദ്ധിമുട്ടും. പിന്നെ എല്ലാത്തിൻ്റെ അടിയിൽ വിറ്റതിൻ്റെ എണ്ണം കൊടുത്താൽ മതി എന്ന് പഠിക്കാം. നോർമലി ഒരു ചെറിയ പരീക്ഷയ്ക്കൊക്കെ അത്ര മതി. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് വൈസ് അറിഞ്ഞിരുന്നാൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും. അപ്പം ഞാൻ ഒരു 2 ക്വസ്റ്റ്യൻ കയ്യിൽ നിന്ന് എഴുതാം. അപ്പം അതുകൂടെ ചെയ്യുമ്പോൾ നിങ്ങളിതിൽ ഓക്കെ ആവും പക്കയായിട്ട്. ഓക്കെ, ശ്രദ്ധിച്ചോണം. 10 സാധനങ്ങളുടെ വാങ്ങിയ വിലയും കേട്ടോണം, 10 സാധനങ്ങളുടെ വാങ്ങിയ വിലയും 12 സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമാണ്. ചിലപ്പോൾ 10 ബൾബുകളുടെ വാങ്ങിയ വിലയും 12 ബൾബുകളുടെ വിറ്റ വിലയും തുല്യമെന്നാണെന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റിയാണ്. 10 സാധനങ്ങൾ, പൈസയല്ല, പൈസയായിരുന്നു നമുക്ക് ഡയറക്റ്റ് എടുക്കാം. 10 സാധനങ്ങളുടെ വാങ്ങിയ വിലയും 12 സാധനങ്ങളുടെ വിറ്റ വിലയും. അപ്പോൾ ഇവിടുത്തെ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഇത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് പറയാം 6:5. സോറി, തിരിച്ച് 10ഉം 12ഉം നമുക്ക് 2 കൊണ്ട് വെട്ടിയാൽ 5:6. വാങ്ങിയതിൻ്റെ റേഷ്യോ 5, വിറ്റതിൻ്റെ റേഷ്യോ 6. അങ്ങനെയാണ് എണ്ണത്തിൻ്റെ റേഷ്യോ 5:6 ആണ്. പൈസയുടെ റേഷ്യോ 6:5. ഓക്കെ ആണോ? എണ്ണത്തിൻ്റെ റേഷ്യോ 5:6 ആണ്. പൈസയുടെ റേഷ്യോ 6:5. ഇനി വേണമെങ്കിൽ 10:12 തിരിച്ച് ഡയറക്റ്റ് ഇട്ടാലും 12:10 ആവും. കുഴപ്പമൊന്നുമില്ല, ഞാൻ ആദ്യം ചെറുതാക്കിയെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ എണ്ണത്തിന്റെ റേഷ്യോ 5:6, പൈസയുടെ റേഷ്യോ 6:5. ഇനി നിങ്ങൾ പറ, വാങ്ങിയത് 6 രൂപയ്ക്ക്, വിറ്റത് 5 രൂപയ്ക്ക്. നിങ്ങൾ പറ, 6 രൂപയ്ക്ക് വാങ്ങിയ സാധനം 5 രൂപയ്ക്ക് വിൽക്കുന്നു. ലാഭമാണോ നഷ്ടമാണോ? 6ന്റെ സാധനം 5ന് വിറ്റു, നഷ്ടമാണ്. നഷ്ടം 1 രൂപ. നഷ്ടശതമാനം കാണാൻ നഷ്ടമായ 1 ബൈ വാങ്ങിയ വിലയായ 6 ഇൻറ്റു 100. 100നെ 6 കൊണ്ട് ഹരിക്കണം. 100നെ നമുക്ക് 2 കൊണ്ട് ഹരിച്ചാൽ മേളിൽ 50 ആവും, താഴെ 3 ആവും. 50നെ 3 കൊണ്ട് ഹരിച്ചു നോക്കൂ. നമ്മുടെ ഉത്തരം 16 2/3% ആയിരിക്കും. നിങ്ങൾ ഹരിച്ചു നോക്കൂ. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം കൂടെ പറയാം, ശ്രദ്ധിക്കാം. 25 സാധനങ്ങളുടെ വാങ്ങിയ വിലയും 20 സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമാണ്. ഒന്നുകൂടെ പറയുന്നു, 25 സാധനങ്ങളുടെ വാങ്ങിയ വിലയും 20 സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമാണ്. അപ്പൊ ഇവിടെ എണ്ണത്തിന്റെ റേഷ്യോയാണ്, ക്വാണ്ടിറ്റിയുടെ റേഷ്യോയാണ് പറയുന്നത്. ആലോചിച്ച് നോക്ക്. 25 സാധനം എണ്ണം, 20 സാധനം വിറ്റ വില. അപ്പൊ എണ്ണത്തിന്റെ റേഷ്യോയാണ്. അപ്പൊ 25ഉം 20ഉം നമുക്ക് വെട്ടി ചെറുതാക്കുമ്പോൾ 5 വെച്ച് ചെറുതാക്കുമ്പോൾ നമുക്ക് പറയാം 5:4. മക്കളെ, എണ്ണത്തിന്റെ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള എണ്ണത്തിന്റെ റേഷ്യോ 5:4 ആണ്. അങ്ങനെയാണ് വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വിലയുടെ പ്രൈസിന്റെ റേഷ്യോ 4:5 ആണ്. ഡൗട്ട് ഉണ്ടോ? ഈ കൺസെപ്റ്റ് ഒരുപാടടുത്ത് കയറി വരും. അപ്പോൾ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള ക്വാണ്ടിറ്റിയുടെ റേഷ്യോ 5:4 ആണെങ്കിൽ വിറ്റ വിലയും വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള പ്രൈസിന്റെ റേഷ്യോ 4:5. ഇനി നിങ്ങൾ പറ, വാങ്ങിയത് 4 രൂപയ്ക്ക്, വിറ്റത് 5 രൂപയ്ക്ക്. നിങ്ങൾ പറ, 4 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് വിൽക്കുന്നു. 4 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് വിൽക്കുന്നു. 4ന്റെ സാധനം 5ന് വിൽക്കുന്നു. ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്. 4ന്റെ സാധനം 5ന് വിൽക്കുന്നു, ലാഭമാണ്. 1 രൂപ ലാഭമാണ്. 4ന്റെ സാധനമായിരുന്നു, 5ന് വിൽക്കുന്നു, ലാഭമാണ് 1 രൂപ. അപ്പൊ ലാഭശതമാനം കാണാൻ ലാഭമായ 1 ബൈ വാങ്ങിയ വിലയായ 4 ഇൻറ്റു 100. 100നെ 4 കൊണ്ട് ഹരിക്കാൻ 2 പ്രാവശ്യം അങ്ങോട്ട് പകുതി എടുക്കുക. ഒരു പകുതി 50, അടുത്ത പകുതി 25. നമ്മുടെ ഉത്തരം 25% ലാഭം സെറ്റാണ്. അപ്പൊ നിങ്ങളോട് ഒന്നും കൂടെ പറയുകയാണ്, ഇത്തരത്തിലുള്ള ഹയർ ലെവൽ ചോദ്യങ്ങൾ ഒരുപാട് വേണമെങ്കിൽ വലിയ പരീക്ഷകൾക്ക് വരാം.
നിങ്ങളോട് വീണ്ടും പറയുന്നു, വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള എണ്ണമാണിത്. ഇത്ര സാധനങ്ങളുടെ വാങ്ങിയ വില എണ്ണം, ഇത്ര സാധനങ്ങളുടെ വിറ്റ വില തുല്യം. വാങ്ങിയതും വിറ്റതും തമ്മിലുള്ള എണ്ണത്തിന്റെ റേഷ്യോയെ പൈസയുടെ റേഷ്യോയിലേക്ക് മാറ്റാൻ തിരിച്ചിടുക. ഈ 25 20 തിരിച്ച് 20 25 ആക്കി ചെയ്താലും ഉത്തരം കിട്ടും. പിന്നെ ഞാൻ ആദ്യമേ ചെറുതാക്കി വെച്ചേക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നോർമലി പൈസ വാങ്ങിയത് 4 രൂപ, വിറ്റത് 5 രൂപ എന്നുള്ള രീതിയിൽ ആലോചിച്ച് ലാഭമാണോ നഷ്ടമാണോ എന്ന് ആലോചിച്ച് ലാഭശതമാനമാണ് ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100, നഷ്ടശതമാനമാണ് നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്താൽ മതി. 2022 മറ്റൊരു ചോദ്യം. ഒരു വ്യാപാരി ഒരു വസ്തു 96 രൂപയ്ക്ക് വാങ്ങി 25% ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര എന്നതാണ് ചോദ്യം. ഒരു വസ്തു ഉണ്ട്, ആ വസ്തു 96 രൂപയ്ക്ക് വാങ്ങി 25% ലാഭത്തിൽ വിറ്റു, വിറ്റ വില എത്ര? അപ്പൊ വാങ്ങിയ വില തന്നിട്ടുണ്ട്, വിറ്റ വില കാണണം. മക്കളെ ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. മക്കളെ നമ്മൾ എല്ലായിടത്തും നമ്മൾ മുടക്കുന്ന പൈസ എന്ന് പറയുന്നത് 100%. മുടക്കുന്നത് എത്രയാണോ അതെപ്പോഴും ഓർത്തുകൊള്ളുക 100%. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ വാങ്ങിയ വില, അതായത് മുടക്കിയ പൈസ 100%. ഈ കച്ചവടം 25% ലാഭത്തിലാണ് വിറ്റത്. അപ്പൊ വിറ്റ വില എന്ന് പറയുന്നത് 125%. ഓക്കെ ആണോ? കാര്യം വിൽക്കുമ്പോൾ മുടക്കിയ 100 വേണം, പിന്നെ 25 ലാഭവും വേണം. ഒന്നുകൂടെ പറയുന്നു, വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും 100%. നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചോളൂ. മുടക്കുന്ന പൈസ എന്ന് പറയുന്ന വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും 100%. ഈ കച്ചവടത്തിൽ 25% ലാഭമായതുകൊണ്ട് വിറ്റ വില എന്ന് പറയുന്നത് 125%. അപ്പൊ 10% ലാഭമാണല്ലോ, വിറ്റ വില 110%. 30% ലാഭമാണല്ലോ, വിറ്റ വില 130%. 10% നഷ്ടമാണല്ലോ, വിറ്റ വില 90%. 20% നഷ്ടമാണല്ലോ, വിറ്റ വില 80%. 15% നഷ്ടമാണല്ലോ, വിറ്റ വില 85%. കാര്യം മുടക്കിയ 100 കിട്ടിയില്ല, 15 നഷ്ടമായിരുന്നു. അപ്പൊ ഇവിടെ വാങ്ങിയ വില 100%, വിറ്റ വില 125%. കാര്യം 25% ലാഭമാണ്. വാങ്ങിയ വില നമുക്ക് തന്നാൽ നമ്മൾ 100ന് നേരെ എഴുതും. വിറ്റ വില നമുക്ക് തന്നാൽ നമ്മൾ 125ന് നേരെ എഴുതും. ഇവിടെ വാങ്ങിയ വില നമ്മുടെ കയ്യിലുണ്ട് 96. അപ്പൊ 100% എന്ന് പറയുന്നത് 96. വിറ്റ വില കണ്ടുപിടിക്കണം. 125% എത്ര എന്നാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു, വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും 100%. ഈ കച്ചവടത്തിൽ 25% ലാഭത്തിൽ വിറ്റതുകൊണ്ട് വിറ്റ വില എന്ന് പറയുന്നത് 125%. വാങ്ങിയ വില നമുക്ക് തന്നിട്ടുണ്ട് 96. അപ്പൊ 100% എന്ന് പറയുന്നത് 96. വിറ്റ വിലയായ 125% കാണണ്ടേ. അപ്പൊ ഈ ചോദ്യം സിമ്പിളായി ഇത്രയേ ഉള്ളൂ. 100% 96 ആണെങ്കിൽ 125% എത്ര? ഇത് നമുക്ക് നേരെ ക്രോസ് ചെയ്യാം. ഏത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലായിടത്തും 2 സൈഡിലും ഒരാൾ കാണും, ഒരു സൈഡിലും ഒരാൾ കാണും. 2 സൈഡിലുള്ള ആളുകളെ ഗുണിക്കുക. ഇവിടെ 2 സൈഡിൽ ആളുകൾ ഇവിടെയാണ്. 125 ഇൻറ്റു 96. 2 സൈഡിലുള്ള ആളുകളെ ഗുണിച്ചു, ഒരു സൈഡിലുള്ള 100 കൊണ്ട് ഹരിച്ചു. 2 സൈഡിലുള്ളവർ ഗുണിക്കുക, ഒരു സൈഡിലുള്ളവർ ഹരിക്കുക. 2 സൈഡിലുള്ളവർ ഗുണിക്കുക, ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ മിസ്സിംഗ് ആയിരിക്കും, അത് ഹരിക്കുക. ഇനി 100ഉം 125ഉം നമുക്ക് 25 കൊണ്ട് ഹരിക്കാം. 25 കൊണ്ട് ഹരിക്കുമ്പോൾ മേളിൽ 5 ആവും, താഴെ മക്കളെ 4 ആവും. ഇനി 96നെ 4 കൊണ്ട് ഹരിക്കണം. 96നെ 4 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം പകുതി എടുത്താൽ മതി. ഒന്നുകിൽ സൈഡിൽ കൊണ്ട് ചെയ്യാം. 96ന്റെ പകുതി 48, 48ന്റെ പകുതി 24. 24 ഗുണം 5 എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. 24 ഗുണം 10 240 ആണ്. അപ്പൊ 5 എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി 120 ആണ്. നമ്മുടെ ഉത്തരം 120. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്, മുമ്പോട്ട് പോവാം. ഓക്കെ ആണോ? വാങ്ങിയ വില 100%, വിറ്റ വില 25% ലാഭമായതുകൊണ്ട് 125%. വാങ്ങിയ വില തന്നു, 100ന് നേരെ നമ്മൾ എഴുതി 96. വിറ്റ വില 125% എത്രയെന്ന് അറിയത്തില്ല, നേരെ ക്രോസ് ചെയ്തു, ഉത്തരം കണ്ടുപിടിച്ചു. ഇതാണ് ഒരു രീതി. ഇനി അതല്ല എങ്കിൽ ചില കുഞ്ഞുങ്ങളൊക്കെ 25%
96 കണ്ടുപിടിച്ച് അത് കൂട്ടി വെക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ ചെയ്താലും ഈ ചോദ്യത്തിൽ കുഴപ്പമില്ല. ഇനി അതല്ല, ഇനി ഒറ്റ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങനെയും ആലോചിക്കും. എടാ, ഈ കച്ചവടത്തിൽ 25% ലാഭമാണ്, മൈനസിൽ നിന്ന് എടുക്കും. 100% വാങ്ങിയ വില, വിറ്റ വില 125%. ഈ കച്ചവടത്തിന്റെ വാങ്ങിയ വില നമ്മുടെ കയ്യിലുണ്ട് 96. അപ്പൊ 100% 96 എന്ന് നമുക്ക് മൈൻഡിൽ നിന്ന് മനസ്സിലാവും. 100% 96 1% എന്ന് പറയുന്നത് 96/100. ഇതാണ് ഈ കച്ചവടത്തിന്റെ 1%. നമുക്ക് വിറ്റ വിലയാണ് കാണേണ്ടത്. വിറ്റ വില 125%. ഇത് 1%. അതിനെ 125% ഇൻറ്റു 125 ചെയ്താലും മതി. രണ്ടും ഒരേ സ്റ്റെപ്പ് തന്നെയാണ്, രണ്ട് രീതിയിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ 100% 96. അപ്പൊ 1% 96/100. നമുക്ക് വേണ്ടത് 125%. 1%ത്തെ 125% ഇൻറ്റു 125. എങ്ങനെ വേണം ചെയ്യാം, നിങ്ങളുടെ സൗകര്യം. കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം ഇതാണ്. എ ടോയ് വാസ് ബോട്ട് ഫോർ ₹1125 and sold at a loss of 16%, the selling price of the toy. അതായത് ഒരു ടോയ് 1125 രൂപയ്ക്ക് വാങ്ങി 16% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ ആ ടോയിയുടെ വിറ്റ വില എത്ര? ഇപ്പൊ വാങ്ങിയ വില തന്നു, വിറ്റ വില കാണണം. മക്കളെ, വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും 100%. ഈ ടോയ് വിറ്റത് 16% നഷ്ടത്തിനാണ് എന്ന് പറഞ്ഞാൽ വിൽക്കുമ്പം മുടക്കിയ 100 കിട്ടിയില്ല, 16 നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിറ്റത് 84%. വാങ്ങിയത് 100%, വിറ്റത് 84%. വാങ്ങിയത് തന്നാൽ 100-ന് നേരെ എഴുതും, വിറ്റത് തന്നാൽ 84-ന് നേരെ എഴുതും. നമുക്ക് വാങ്ങിയത് തന്നു, അപ്പൊ 100-ന് നേരെ നമ്മൾ എഴുതി 1125. വിറ്റ 84-ന് നേരെ എന്ത് വരും? നേരെ ക്രോസ് ചെയ്യാം. ഇവിടെ 2, ഇവിടെ 1, 2 എണ്ണം ഉള്ളത് ഗുണിച്ചു. 84 ഗുണം 1125 ഡിവൈഡഡ് ബൈ ഒരെണ്ണം ഉള്ളത് ഹരിച്ചു, ഡിവൈഡഡ് ബൈ 100. ഇനി 100-ഉം 1125 താഴെ മേളിലും നമുക്ക് 25 കൊണ്ട് ഹരിക്കാം. 25-നെ 1125-നെ 25 കൊണ്ട് ഹരിക്കുമ്പോൾ 1000 ആകുമ്പോൾ 40, 45 വരും ഇത്. പിന്നെ ഇത് വരുമ്പോൾ 4. ഇനി 84-നെ 4 കൊണ്ട് ഹരിക്കാം. 4 കൊണ്ട് ഹരിക്കാൻ 2 പ്രാവശ്യം പകുതി. 84-ന്റെ പകുതി 42, 42-ന്റെ പകുതി 21. അപ്പൊ 21 ഗുണം 45 എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. 21 ഗുണം 10, 45 ഗുണം 10 480, 20 ആകുമ്പോൾ 900. പിന്നെ ഒരു 45 കൂടെ ചേർത്ത് 21 എന്ന് പറയുമ്പോൾ 945 വരും. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇനി അതല്ല, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നവർക്ക് വായിക്കുമ്പോഴേ മനസ്സിലാവും. എടാ, ഒരു വസ്തു 1125 രൂപയ്ക്ക് വാങ്ങി, അപ്പൊ 100% 1125. അപ്പോ ഈ വസ്തു 16% നഷ്ടത്തിൽ വിറ്റു, 84% കണ്ടുപിടിക്കണം. 100% 1125 ആണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ 1125/100. ഇനി 84% കാണാൻ ഈ 1%ത്തെ ഇൻറ്റു 84 ചെയ്താലും മതി. ഈ സ്റ്റെപ്പ് തന്നെ അവിടെ വരികയും ചെയ്യും. നിങ്ങളുടെ സൗകര്യം ഏതാണോ അത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇതാണ്. ശ്രുതി ഒരു ജോഡി ഷൂസ് 2223 രൂപയ്ക്ക് വിറ്റപ്പോൾ അവൾക്ക് 17% ലാഭം കിട്ടി എങ്കിൽ ആ ഷൂസിന്റെ വാങ്ങിയ വില എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ ശ്രുതി ഒരു ഷൂസ് 2223 രൂപയ്ക്ക് വിറ്റു. അപ്പൊ അവക്ക് 17% ലാഭം കിട്ടി. ആ ഷൂസിന്റെ വാങ്ങിയ വില. മക്കളെ, വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും 100%. ശ്രുതി ഇത് വിറ്റത് 17% ലാഭത്തിനാണ്. അപ്പൊ വിറ്റത് എന്ന് പറയുന്നത് 117%. ഒന്നുകൂടെ പറയുന്നു, വാങ്ങിയ വില എപ്പോഴും 100%. ശ്രുതി ഇത് വിറ്റത് 17% ലാഭത്തിനാ. അപ്പൊ ശ്രുതി വിറ്റത് 117%. വാങ്ങിയ വില തന്നാൽ 100%-ന് നേരെ എഴുതും. വിറ്റ വില തന്നാൽ 117%-ന് നേരെ എഴുതും. നമുക്കിവിടെ തന്നിരിക്കുന്നത് വിറ്റ വിലയാണ്. അപ്പൊ 117%-ന് നേരെ നമ്മൾ എഴുതി 2223. വാങ്ങിയ 100%-ന് നേരെ എന്ത് വരും എന്നതാണ് ചോദ്യം. നേരെ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 2, 100 ×
2223 ഡിവൈഡഡ് ബൈ 117. ഓക്കെ ആണോ? രണ്ടെണ്ണം ഉള്ളത് ഇതാണ്, ഇത് രണ്ടും കൂടെ ഗുണിച്ചു. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, ഒരെണ്ണമുള്ള ഒരു സൈഡിൽ ഒരാൾ മിസ്സിങ് ആയിരിക്കുക ഏത് ക്രോസിങ്ങിലും. അപ്പോൾ ഒരു സൈഡിലുള്ള 117 കൊണ്ട് ഹരിച്ചു. ഇനി ഇത് വെട്ടാൻ പറ്റുന്നത് നമുക്ക് മാക്സിമം വെട്ടി നോക്കാം. 117 കണ്ടിട്ട് ഒരു സുഖമില്ലാത്ത നമ്പറുകളാണ്. അപ്പം ഞാൻ സൈഡിൽ കൊണ്ടുപോയി 2223 117 കൊണ്ട് ഹരിച്ചു നോക്കുക. 117 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം, 3 വെച്ച് വേണം 2 പ്രാവശ്യം ചെയ്യാം. അതിൽ നല്ലത് 222 117 ഒരു പ്രാവശ്യം, ബാക്കി 105 വരും, 1053 വരും. 1053 ആകുമ്പോൾ 9. 19 ഗുണം 100 എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. ഈ 2223 117 കൊണ്ട് ഹരിക്കുമ്പോൾ 19 വരും. 19 ഗുണം 100 നമ്മുടെ ഉത്തരം 1900 ആണ്. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ പറയുന്നു, വാങ്ങിയ വില 100%. ഈ കച്ചവടത്തിൽ 17% ലാഭമായതുകൊണ്ട് വിറ്റ വില 117%. വിറ്റ വില തന്നു, അപ്പൊ 117% നേരെ 2223. വാങ്ങിയ വില കാണണം, 100% നേരെ എന്ത് വരുമെന്ന് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. ക്രോസ് ചെയ്തു, ഉത്തരമായി. ഇനി അതല്ല, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് എങ്ങനെ വരും? നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വസ്തു 2223 രൂപയ്ക്ക് വിറ്റപ്പോൾ 17% ലാഭം കിട്ടി. 117% 2223. വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ 2223 എന്ന് പറയുന്നത് 117% ആണെങ്കിൽ 1% എന്ന് പറയുന്നത് 2223 ഡിവൈഡഡ് ബൈ 117. ഇതാണ് 1%. നമുക്കിതിനെ വാങ്ങിയ വിലയിലേക്ക് മാറ്റണം. വാങ്ങിയ വില 100%. ഒന്നിനെ 100 ആക്കാൻ, 1%ത്തെ 100% ആക്കാൻ ഇൻറ്റു 100. ഇങ്ങനെ ആലോചിച്ച് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാലും ഇത് തന്നെ വരുള്ളൂ. നിങ്ങൾക്ക് ഏതാ സൗകര്യം അത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. രഞ്ജിത ഒരു പഴയ ഫോൺ 6360 രൂപയ്ക്ക് വിറ്റപ്പോൾ അത് അവൾ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ വിലയേക്കാൾ 47% കുറവാണ് ലഭിച്ചത്. ഒന്നുകൂടെ പറയുന്നു, രഞ്ജിത എന്ന് പറയുന്ന ആള് 6360 രൂപയ്ക്ക് ഒരു പഴയ ഫോൺ വിറ്റു. അപ്പൊ അവളത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ്. ആ വാങ്ങിയ വിലയേക്കാൾ 47% കുറവാണ് ലഭിച്ചത്. ഓക്കെ, ആ ഫോണിന് അവൾക്ക് 13% ലാഭം കിട്ടണമെങ്കിൽ അവൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നതാണ് ചോദ്യം. ചോദ്യം നല്ല ചോദ്യമല്ലേ? അപ്പോൾ നമ്മളോട് പറയുന്നു, രഞ്ജിത എന്ന് പറയുന്ന ആള് 6360 രൂപയ്ക്ക് ഒരു ഫോൺ വിറ്റു. അപ്പം 47% കുറവാണ് ലഭിച്ചത് വാങ്ങിയതിനേക്കാൾ. അപ്പൊ 6360 രൂപയ്ക്ക് വിറ്റപ്പോൾ മുടക്കിയ 100 നമുക്ക് കിട്ടിയില്ല. കിട്ടിയോ? ഇല്ല. 47% നഷ്ടപ്പെട്ടു. കാര്യം 47% കുറവാ കിട്ടിയത്. അപ്പം 100 47 പോയിട്ട് 53% വിറ്റപ്പോൾ കിട്ടിയത്. 6360 രൂപയ്ക്ക് വിറ്റപ്പോൾ 53% കിട്ടിയത്. അപ്പോൾ 53% 6360. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് 100% കണ്ടുപിടിച്ചാൽ വാങ്ങിയ വില കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമ്മളോട് എന്തോ ചോദിച്ചേ, ആ ഫോണിന് അവക്ക് 13% ലാഭം കിട്ടണമെങ്കിൽ അവൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇനി ചില ടീമുകളുണ്ട് 53ന്റെ കൂടെ 13 കൂട്ടി 66 കണ്ടുപിടിക്കും. 66% കിട്ടിയ അവക്ക് ലാഭമാണോ? അല്ല, അവൾ മുടക്കിയത് 100. അപ്പൊ 13% അവക്ക് ലാഭം വേണമെങ്കിൽ അവളുടെ മുടക്കും വേണം, പിന്നെ 100 വേണം. 113%, പിന്നെ 13 വേണം. 113% എത്ര എന്നതല്ലേ ചോദ്യം. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 6360 രൂപയ്ക്ക് ഒരു ഫോൺ വിറ്റപ്പോൾ 47% നഷ്ടമുണ്ടായി. നിങ്ങൾ ഇതിനെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. 6360 രൂപയ്ക്ക് മുടക്കിയ 100 കിട്ടിയില്ല, 47 പോയി. അപ്പൊ 100 47 പോയിട്ട് 53% 6360. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നു, ആ ഫോണിന് 13% ലാഭം വേണം, എത്ര രൂപയ്ക്ക് വിൽക്കണം? 13% ലാഭം വേണമെങ്കിൽ മുടക്കിയ 100 വേണം, പിന്നെ 13% എക്സ്ട്രായും വേണം. 113% വേണം.
എന്നാലേ 13% ലാഭം കിട്ടൂ. അപ്പൊ ഈ ചോദ്യം സിമ്പിളായി ഇത്രേ ഉള്ളൂ. 53% 6360 ആണെങ്കിൽ 113% എത്രാടാ മോനെ എന്നല്ലയോ ചോദ്യം. നേരെ ക്രോസ് ചെയ്യാം. ഇവിടെ 2 പേരുള്ളത് മുകളിൽ 113 ഗുണം 6360 ബൈ ഇവിടെ ഒരാളുള്ളത് താഴെ 53. ഇനി പെട്ടെന്ന് 6360 53 കൊണ്ട് ഹരിക്കാം. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ 50 ഗുണം 12 ആണ് 600. 3 ഗുണം 12 36. അപ്പൊ 636 53 12 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 120 വരും. 120 ഗുണം 113 എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. നിങ്ങൾ ഗുണിച്ചു നോക്ക. 13560 ആയിരിക്കും ഉത്തരമായി വരിക. 13560 ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. ഒരു വസ്തു 6360 രൂപയ്ക്ക് വിറ്റപ്പോ 47% നഷ്ടമുണ്ടായി. അപ്പൊ 53% 6360. അതിന് 13% ലാഭം വേണമെങ്കിൽ 113% വേണം. അതെത്ര? ക്രോസ് ചെയ്തു. 113 ഇൻറ്റു 6360 ഡിവൈഡഡ് ബൈ 53. 6360 53 12 പ്രാവശ്യം. കാര്യം 50 ഗുണം 12 600, 3 ഗുണം 12 36. അപ്പൊ ഇവിടെ 120 ആവും. ഓക്കെ, 120 ഗുണം 113 എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. നമ്മുടെ ഉത്തരം 15560 ആയിരിക്കും. ഞാനിതെങ്ങനെ പെട്ടെന്ന് എടുത്തെന്ന് ചോദിച്ചാൽ ഈ 12 ഇതിനകത്ത് വന്നതുകൊണ്ട് 120 ഗുണം 113 വന്നതുകൊണ്ട് തന്നെ ഇത് 12ന്റെ ഗുണിതമാണ്. 12ന്റെ ഗുണിതം എന്ന് പറയുമ്പോൾ 4ന്റെയും 3ന്റെയും ഗുണിതം എന്തായാലും ആവണം. അവസാനത്തെ 2 അക്കം 4ന്റെ ഗുണിതമായാൽ മാത്രമേ ഈ സംഖ്യ 4ന്റെ ഗുണിതമാവും. ഇത് 2 അക്കം 4ന്റെ അല്ല, ഇത് 2 അക്കം 4ന്റെ അല്ല, ഇത് 2 അക്കം 4ന്റെ അല്ല, പിന്നെ 4ന്റെ ആവാൻ സാധ്യതയായത് ഇത് മാത്രമാണ്. ഞാൻ ആ ഒരു രീതിയിലാണ് ഇത് എടുത്തത്. ലൈപ്പോഴും എല്ലാവർക്കും പറ്റണമെന്നില്ല. 113 ഗുണം 120 ചെയ്താൽ മതി, ഉത്തരം കിട്ടിക്കോളും. സെറ്റാണ്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. ഇനി ഈ ചോദ്യം നമ്മുടെ മറ്റേ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്ന ആളുകളും ഉണ്ട് കേട്ടോ. എങ്ങനെ ഇത് വായിക്കുമ്പോഴാണ് മനസ്സിലാവുക. 6360 രൂപയ്ക്ക് 47% നഷ്ടപ്പെട്ടു. അപ്പൊ 53% 6360. അപ്പൊ 1% എന്ന് പറയുന്നത് 53% 6360 ആണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ 6360/57. ഓക്കെ, ഇതാണ് 1%. ഇനി നമുക്ക് വേണ്ടത് ഈ വസ്തുവിന് 13% ലാഭം കിട്ടണം. മുടക്കിയ 100 വേണം, 13 എക്സ്ട്രായും വേണം, 113% വേണം. ഇതാണ് 1%. ഇതിനെ 113% ആക്കാൻ ഇൻറ്റു 113 ചെയ്താലും മതി. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റു. ഈ വസ്തുവിന് 49 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 2% ലാഭം കിട്ടുമായിരുന്നു. എങ്കിൽ ആ വസ്തുവിൻ്റെ വാങ്ങിയ വില എത്ര എന്നതാണ് ചോദ്യം. ഇത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇത് കത്തും. ഒരു വസ്തു എത്ര വാങ്ങിയെന്നൊന്നും നമുക്കറിയത്തില്ല. 12% നഷ്ടത്തിൽ കിട്ടും. അപ്പോഴേ ഉറപ്പിച്ചോണം ആ വസ്തു വിറ്റത് 88%. ആലോചിച്ച് നോക്ക്. ശതമാനത്തിന് സിമ്പിൾ ഇടണേ. കാര്യം ഒരു വസ്തു വിറ്റപ്പോൾ 12% നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മുടക്കിയ 100 സുഹൃത്തെ എനിക്ക് കിട്ടിയില്ല, 12 പോയി. അപ്പൊ ആ വസ്തു വിറ്റത് 88%. ഇനി ഇതിന് ഒരു 49 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 2% ലാഭം കിട്ടുമായിരുന്നു. അപ്പൊ ഇതിന്റെ കൂടെ ഈ 88%ന്റെ കൂടെ ഒരു 49 രൂപ എക്സ്ട്രാ വാങ്ങിയായിരുന്നെങ്കിൽ 49 രൂപ എക്സ്ട്രാ വാങ്ങിയായിരുന്നെങ്കിൽ ലാഭം 2 എന്ന് പറഞ്ഞാൽ മുടക്കിയ 100 കിട്ടും. പിന്നെ 2 കൂടെ ചേർത്ത് 102% കിട്ടും. ആലോചിച്ചു നോക്ക്. ഇവിടെ വരെ എഴുതാൻ എന്നെ കണ്ടോണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധമായ ഡൗട്ടുമില്ല. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയുന്നു. ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റു. അപ്പോഴേ ഉറപ്പിച്ചോളൂ ആ വസ്തു വിറ്റത് 88%. ഒരു 49 രൂപ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ അധികം വാങ്ങിയിരുന്നെങ്കിൽ, ഇതിൻ്റെ കൂടെ ഒരു 49 കൂടെ വാങ്ങിയിരുന്നെങ്കിൽ
ലാഭം 2%. ലാഭം 2% വേണമെങ്കിൽ 88ന്റെ കൂടെ 2 ചേർത്താ പോരാ. മുടക്കിയ 100ഉം പിന്നെ ലാഭം, മൊത്തം 100ഉം മുടക്കിയ പൈസ വേണം, പിന്നെ ലാഭം, മൊത്തം 100ഉം കിട്ടും, പിന്നെ 2 കൂടെ കിട്ടും. 102% വരും. ഓക്കെ ആണോ? ഇനി ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയട്ടെ. 88% അതിൻ്റെ കൂടെ ഒരു 49 കൂടെ വെച്ചപ്പോൾ 102%. അതായത് 88%ന്റെ കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 14% ചേർന്നാലല്ലേ 102% ആവും. 88 10% ആകുമ്പോൾ 98, 2% ആകുമ്പോൾ 100, പിന്നെ 2. അപ്പൊ 88%ന്റെ കൂടെ 49 കൂടെ ചേർന്നാലേ 102 ആവും. സോറി, 14% കൂടെ ചേർന്നാലേ 102% ആവും. അപ്പൊ ഈ കൂട്ടിയ 49 എന്ന് പറയുന്നത് 14%. ആലോചിച്ചു നോക്ക്, സെറ്റല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയുന്നു, എടാ 88% 102% ആകണമെങ്കിൽ 98 102 14% കൂട്ടണം. അപ്പൊ 14% അധികം വാങ്ങിയാൽ മാത്രമേ 102% ആവൂ. നമ്മൾ അധികം വാങ്ങിയത് 49. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം, 14% 49. ഇനി ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളിലും നിങ്ങളൊന്ന് ഈ 88ഉം 102ഉം തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഇടയ്ക്ക് നമ്മൾ അധികം വാങ്ങുന്നത്. 88ഉം 102ഉം തമ്മിലുള്ള വ്യത്യാസം 14% 49. 88%വും 104%വും 102% തമ്മിലുള്ള വ്യത്യാസം എന്താണോ അതാണ് 49. കാര്യം 88% അത് 49 കൂടെ ചെച്ചപ്പോൾ 102%. അപ്പൊ ഈ 82ഉം 102%വും തമ്മിലുള്ള വ്യത്യാസം 88%ത്തെ 102%ത്തിലോട്ട് എത്തിക്കാൻ 49 രൂപ അധികം വാങ്ങണം. അതായത് 14% കൂട്ടാൻ 49 രൂപ. 14% 49. ഇനി നമ്മളോട് എന്താ ചോദിച്ചേ? ആ വസ്തുവിന്റെ വാങ്ങിയ വില എപ്പോഴും 100%. അപ്പൊ ഈ ചോദ്യം സിമ്പിൾ ആയി ഇത്രേ ഉള്ളൂ. 14% 49 100% എത്ര? ക്രോസ് ഇവിടെ 2 100 ഗുണം 49 ഡിവൈഡഡ് ബൈ ഇവിടെ 14. ഇനി 49ഉം 14ഉം നമുക്ക് 7 കൊണ്ട് വെട്ടാം. 7 കൊണ്ട് വെട്ടുമ്പോൾ മുകളിൽ 7 ആവും, താഴെ 2 ആവും. ഇനി 2ഉം 100 വെട്ടുമ്പോൾ മേളിൽ 50 ആവും. 50 ഗുണം 7 നമ്മുടെ ഉത്തരം 350. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. വളരെ പെട്ടെന്ന് ഒന്നുകൂടെ, ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റു. അപ്പോഴേ ഉറപ്പിച്ചോളുക അത് വിറ്റത് 88%. ഇതിനൊരു 49 രൂപയുടെ എക്സ്ട്രാ വാങ്ങിയാൽ, 49% ഇടരുത്, എക്സ്ട്രാ വാങ്ങിയാൽ ലാഭം 102, ലാഭം 2%, മുടക്കിയ 100ഉം കിട്ടും, പിന്നെ 2 കൂടെ ചേർത്ത് 102. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 88%ത്തിന്റെ കൂടെ 14% വാങ്ങിയാൽ മാത്രമേ 102% ആകൂ. അപ്പൊ ഈ വാങ്ങിയത് 49 എന്ന് പറയുന്നത് 14%. ഇനി ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ അധികം വാങ്ങുന്നതെന്ന് പറയുന്നത് ഈ 2% വ്യത്യാസമായിരിക്കും. 102ഉം 88ഉം 14% 49. നമ്മളോട് ചോദിച്ചേക്കുന്നു വാങ്ങിയ വില 100%. ക്രോസ് ചെയ്ത് നീ ഉത്തരത്തിലേക്ക് വാ. ഓക്കെ, ഇനി അതല്ല, ഇനി ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്ന ആളുകൾ ഇവിടുന്ന് മനസ്സിലാക്കും 14% 102, 14% 49. ഇവിടുന്ന് മനസ്സിലാക്കും 14% 49 1% എന്ന് പറയുന്നത് 49/14. ഇതാണ് 1%. നമുക്ക് വേണ്ടിയത് വാങ്ങിയ വില 100%. 1നെ 100 ആക്കാൻ ഇൻറ്റു 100. ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നവരുകൊണ്ട് സെറ്റാണ്. അടുത്ത ചോദ്യം, ഒരു വസ്തു 13% നഷ്ടത്തിൽ വിൽക്കുന്നതും 15% ലാഭത്തിൽ വിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം 63 ആയാൽ ആ വസ്തുവിന്റെ വില എത്ര? മുമ്പത്തെ ചോദ്യം തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചു. ഒരു വസ്തു 13% നഷ്ടത്തിൽ വിൽക്കുന്നതും 15% ലാഭത്തിൽ വിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം 63. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വസ്തു 13% നഷ്ടത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ അവൻ വിൽക്കുന്നത് 87%. കാര്യം മുടക്കിയ 100 ആ പാവത്തിന് കിട്ടിയില്ല. അവൻ 13% നഷ്ടത്തിനാ വിറ്റത്. 100 കിട്ടിയില്ല, 13 പോയി. അപ്പൊ അവൻ വിൽക്കുന്നത് 87%.
15% ലാഭത്തിൽ വിൽക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ 87 കൂട്ടിക്കൊണ്ടിരിക്കുക. 87ന്റെ കൂടെ 15 കൂട്ടുന്നൊരു കൂട്ടുകാരൻ എനിക്കുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. 15% ലാഭം വേണമെങ്കിൽ ഞാൻ മുടക്കിയ പൈസ 100 വേണം, പിന്നെ 15 എനിക്ക് എക്സ്ട്രായും കൂടെ വേണം, 115% വേണം. അപ്പൊ 13% നഷ്ടം എന്ന് പറഞ്ഞാൽ 87%, 15% ലാഭം എന്ന് പറഞ്ഞാൽ 115%. ഇവര് തമ്മിലുള്ള വ്യത്യാസമാണ് 63 രൂപ. ഇനി നിങ്ങൾ പറ, ഇവര് തമ്മിലുള്ള വ്യത്യാസം എത്ര ശതമാനമാ? 87 115 തമ്മിലുള്ള വ്യത്യാസം 97 107 പിന്നെ ഒരു 28% ഇവര് തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസമാണ് നമ്മളോട് പറയുന്ന 63. അപ്പൊ 28% മക്കളെ 63. കണക്റ്റ് ആയോ? നമ്മളോട് ചോദിച്ചേക്കുന്നു വാങ്ങിയ വില എന്ന് പറയുന്നത് 100%. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു വസ്തു 13% നഷ്ടത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ 87%, 15% നഷ്ടത്തിൽ ലാഭത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ 115%. ഇവര് തമ്മിലുള്ള വ്യത്യാസം 63 എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നു. പെർസെൻറ്റേജിൽ പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള വ്യത്യാസം 87 115 തമ്മിലുള്ള വ്യത്യാസം 28%. ഇവര് തമ്മിലുള്ള വ്യത്യാസം 63 എന്ന് പറഞ്ഞാൽ 28% 63. നമുക്ക് വേണ്ടത് വാങ്ങിയ വില 100%. 28% 63 ആയാൽ 100% എത്ര? ക്രോസ് 100 × 63. ഒരു രണ്ട് സൈഡിലുള്ളത് ഗുണിച്ചു, ഒരു സൈഡിലുള്ള 28 ഹരിച്ചു. ഇനി 63 28 നമുക്ക് എല്ലാവർക്കും അറിയാം 7 കൊണ്ട് ഹരിക്കാം. 7 കൊണ്ട് ഹരിച്ചാൽ മേളിൽ 9 വരും. 7 4 28. 100നെ 4 കൊണ്ട് ഹരിക്കാൻ 2 പ്രാവശ്യം പകുതി. 100ന്റെ പകുതി 50, 50ന്റെ പകുതി 25. 25 × 9 എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. 25 × 9 225. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഇനി ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നവർ ഇങ്ങനെ ആലോചിക്കും, 63 ഇവര് തമ്മിലുള്ള വ്യത്യാസം. 28%. 28%ആണ് 63. അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ 63/28. ഇതാണ് 1%. നമുക്ക് വാങ്ങിയ വില വേണം. വാങ്ങിയ വില 100%. 1നെ 100 ആക്കാൻ × 100. ഇങ്ങനെ ആലോചിച്ചാലും മതി. അടുത്ത ചോദ്യം ഇതാ. ഒരു വസ്തു 13% നഷ്ടത്തിലും 14% ലാഭത്തിലും വിൽക്കുന്ന വിലകളുടെ വ്യത്യാസം 162 എങ്കിൽ ആ വസ്തുവിന്റെ വാങ്ങിയ വില എത്ര? സെയിം ക്വസ്റ്റ്യൻ. ഒരു വസ്തു 13% നഷ്ടത്തിൽ വിൽക്കുന്നതും 14% ലാഭത്തിൽ വിൽക്കുന്നതും തമ്മിലുള്ള ഇതിന്റെ വ്യത്യാസം 162 എങ്കിൽ വാങ്ങിയ വില. അപ്പോഴേ നിങ്ങൾ ആലോചിക്കുക, ഒരു വസ്തു 13% നഷ്ടത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ 87% വിൽക്കുന്നു. മുടക്കിയ 100 കിട്ടിയില്ല, 13 പോയി, 87. 14% ലാഭത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ മക്കളെ 114% വിൽക്കുന്നു. ഇവര് തമ്മിലുള്ള വ്യത്യാസമാണ് 162. ശതമാനത്തിൽ ഇവര് തമ്മിലുള്ള വ്യത്യാസം 26%. ആലോചിച്ചു നോക്ക്. 87% 114, സോറി 27ആണ്. 87% 114, 97 107. ഇവര് തമ്മിലുള്ള വ്യത്യാസം മക്കളെ 27%. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം 162. ശതമാനത്തിൽ പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള വ്യത്യാസം 27%. ഇത് കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും 27% 162. നമുക്ക് ആ വസ്തുവിന്റെ വാങ്ങിയ വില വേണം. വാങ്ങിയ വില 100%. ക്രോസ് 100 × 162 ഡിവൈഡഡ് ബൈ 27. മക്കളെ 27ഉം 162ഉം നമുക്ക് 9 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ 27 കൊണ്ട് വെട്ടാം. എന്നാലും നമുക്ക് 9 കൊണ്ട് 2 പ്രാവശ്യം വെട്ടി കാണിക്കാം. 9 കൊണ്ട് വെട്ടിയാൽ 9 9, ബാക്കി 72 വരും. അപ്പൊ 18 ആവും. 27നെ 9 കൊണ്ട് ഹരിച്ചാൽ ഇത് 3 ആവും. 9 3. ഇത് വീണ്ടും വെട്ടിക്കളയുമ്പോൾ 6 ആവും. 6 × 100 നമ്മുടെ ഉത്തരം 600. 3 വെച്ച് വെട്ടിയാൽ 18നെ 3 കൊണ്ട് ഹരിച്ചാൽ 6, 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1. അല്ലെ 27 6 പ്രാവശ്യം വരുമ്പോഴാണ് 162. അങ്ങനെ വേണേലും ചിന്തിക്കാം. 6 × 100 നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 600. ഇനി അതല്ല, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നവർ ഇങ്ങനെ മനസ്സിലാക്കും, 27% 162,
അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ 162/27. ഇതാണ് 1%. 1% നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് എന്തും കാണാം. നിന്നോട് ചോദിച്ചത് വാങ്ങിയ വില 100%. ഒന്നിനെ 100 ആക്കാൻ × 100. ഇങ്ങനെ ചിന്തിച്ചാലും മതി. സെറ്റാണ്. അടുത്ത ചോദ്യം. When a mobile is sold at 6% profit, it gets 870 more than when sold at 6% loss. What is the cost price of the mobile phone? മലയാളത്തിൽ പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ 6% നഷ്ടത്തിൽ വിൽക്കുന്നതിനേക്കാളും 872 രൂപ കൂടുതൽ കിട്ടും 6% ലാഭത്തിൽ വിൽക്കുന്നത്. ഓക്കെ, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. 6% നഷ്ടത്തിൽ വിൽക്കുന്ന വില എത്രയാണോ അതിനേക്കാളും 872 രൂപ കൂടുതൽ 6% ലാഭത്തിൽ വിൽക്കുമ്പോൾ കിട്ടും. അങ്ങനെയാണ് ആ മൊബൈൽ ഫോണിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര എന്നതാണ് ചോദ്യം. ഞാൻ ഒന്നും കൂടെ നല്ല വൃത്തിക്ക് ആ ചോദ്യം ഒന്ന് പറയാം. ഒരു മൊബൈൽ ഫോണ് 6% നഷ്ടത്തിൽ വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടുമോ അതിനേക്കാളും 870 രൂപ കൂടുതൽ കിട്ടും 6% ലാഭത്തിൽ വിൽക്കുമ്പോൾ. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു സാധനമാണ്, കൂടുതലെന്നോ കുറവെന്നോ നീ കണക്കി കേട്ടാലും ജീവിതത്തിൽ കേട്ടാലും അങ്ങ് പഠിച്ചു വെച്ചോളുക. അതൊരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതെപ്പോഴാണ് കേൾക്കുന്നത്, എടാ അപ്പുറത്തെ വീട്ടിലല്ല അവന് നിന്നേക്കാൾ 5 മാർക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മാർക്കും എൻ്റെ മാർക്കും തമ്മിലുള്ള വ്യത്യാസം 5. അല്ലെ അയാൾക്ക് നിന്നേക്കാൾ 2 വയസ്സ് കുറവാണ്, എൻ്റെ വയസ്സും അയാളുടെ വയസ്സും തമ്മിലുള്ള വ്യത്യാസം 2. അപ്പൊ എവിടെ നിങ്ങൾ കൂടുതലെന്നോ കുറവെന്നോ കേട്ടാൽ ഓർത്തോളുക, വ്യത്യാസമാണ്. അപ്പൊ ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മോർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈ വാക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് പിള്ളേരെ വ്യത്യാസമാണ്. പഠിച്ചു വെച്ചോളുക. അപ്പൊ 6% നഷ്ടത്തിൽ എത്ര രൂപയ്ക്ക് വിൽക്കുന്നോ അതിനേക്കാളും 870 രൂപ കൂടുതൽ കിട്ടും 6% ലാഭത്തിൽ വിൽക്കുന്നത്. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. 6% നഷ്ടവും 6% ലാഭവും തമ്മിലുള്ള വ്യത്യാസമാണ് 870. സിമ്പിൾ അല്ലേ? 6% നഷ്ടം എന്ന് പറഞ്ഞാൽ 94%. 6% ലാഭം എന്ന് പറഞ്ഞാൽ മുടക്കിയ 100 വേണം, പിന്നെ ഒരു 6, 106%. 100 എഴുതാൻ തോന്നും, എഴുതരുത്. ഇവര് തമ്മിലുള്ള വ്യത്യാസമാണ് 870. ശതമാനത്തിൽ പറഞ്ഞാൽ ഇവര് തമ്മിൽ 12% വ്യത്യാസമുണ്ട്. ഈ 12% മക്കളെ 870. ആത്മാർത്ഥമായിട്ട് ഓക്കെ ആണോ? എന്നാലും ഞാൻ ഒന്നുകൂടെ പറയും. ഒരു വസ്തു 6% നഷ്ടത്തിൽ വിൽക്കുന്ന വിലയേക്കാൾ 870 രൂപ കൂടുതൽ കിട്ടും 6% ലാഭത്തിൽ വിൽക്കുന്ന വില. അപ്പൊ സംഭവം സിമ്പിളായി ഇത്രയേ ഉള്ളൂ. 6% നഷ്ടത്തിന്റെ വിലയും 6% ലാഭത്തിന്റെ വിലയും തമ്മിലുള്ള വ്യത്യാസം 870. 6% നഷ്ടത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം 94%. 6% ലാഭത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം 106%. ഇവര് തമ്മിലുള്ള വ്യത്യാസമാണ് 870. മക്കളെ, ഇവര് തമ്മിലുള്ള വ്യത്യാസം 870 എന്ന് പറയുമ്പോൾ ശതമാനത്തിൽ ഇവര് തമ്മിലുള്ള വ്യത്യാസം 12%. 12% 870. ഓക്കെ ആണോ? ഇനി നമ്മളോട് അതിൻ്റെ വാങ്ങിയ വിലയാണ്. വാങ്ങിയ വില 100%. അപ്പൊ 12% 870 ആണെങ്കിൽ 100% എത്ര ക്രോസ് ചെയ്യാം? 100 × 870 ഡിവൈഡഡ് ബൈ 12. അപ്പൊ 100 × 870 രണ്ട് സൈഡിലുള്ളത് ഗുണിച്ചു, ഡിവൈഡഡ് ബൈ 12 ഒരു സൈഡിലുള്ളത് ഹരിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം 100ഉം 12ഉം നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. 100നെയും 12നെയും നമുക്ക് 4 കൊണ്ട് ഹരിച്ചാൽ 100നെ 4 കൊണ്ട് ഹരിച്ചാൽ 2 പ്രാവശ്യം പകുതി 25. 12നെ 4 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 12നെ 4 കൊണ്ട് ഹരിച്ചാൽ 2 പ്രാവശ്യം, ഒരു പകുതി 6, അടുത്ത പകുതി 3. ഇനി 87നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. ഒരു 3 3, ഇത് വെട്ടുമ്പോഴത്തേക്കിന് 29 വരും. 290 × 25 എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. 290 × 25 നിങ്ങൾ ചെയ്തു നോക്കൂ. നമ്മുടെ ഉത്തരം 7250 ആയിരിക്കും. മുമ്പോട്ട് പോവാം. ഓക്കെ ആണ് എന്ന് കരുതുന്നു. അപ്പോൾ ഈ ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു.
ഒരു വസ്തു 6% നഷ്ടത്തിൽ വിറ്റത് 94%. 6% ലാഭത്തിൽ വിറ്റാൽ 106%. 6% നഷ്ടത്തിൽ വിൽക്കുന്നതിനേക്കാളും ഈ 870 രൂപ എക്സ്ട്രാ കിട്ടും 6% ലാഭത്തിൽ വിറ്റാൽ. അതായത് ഈ 94%വും ഈ 106%വും തമ്മിലുള്ള വ്യത്യാസമാണ് 870. അപ്പൊ 12% മക്കളെ 870. നമുക്ക് ആ വസ്തുവിന്റെ വാങ്ങിയ വില വേണം. വാങ്ങിയ വില എന്ന് പറയുന്നത് 100%. 12% 870 ആണെങ്കിൽ 100% എത്ര എന്നതല്ലയോ ചോദ്യം. ഈ സാധനം ക്രോസ് ചെയ്തു. 100 ഗുണം 870 ഡിവൈഡഡ് ബൈ ഒരു സൈഡിലുള്ള 12. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ 25, 12നെ 4 കൊണ്ട് ഹരിച്ചാൽ 3, 870നെ 3 കൊണ്ട് ഹരിച്ചാൽ ഈ സാധനം 290. 290 ഗുണം 25 എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. 290 ഗുണം 25 എന്ന് പറയുന്നത് 7250. ഞാൻ എങ്ങനെ പെട്ടെന്ന് ഗുണിച്ചെന്ന് ചോദിച്ചാൽ 25 ഗുണം 30 750. അപ്പോൾ ഒരെണ്ണം പുറകെ വരുമ്പോൾ 725, പിന്നെ ഒരു പൂജ്യോടെ ചേർത്ത് നമ്മുടെ ഉത്തരം 7250, ഓപ്ഷൻ ഡി. ഇനി അതല്ല, ഇനി ഒറ്റ സ്റ്റെപ്പിൽ ചിന്തിക്കുന്നവർ ഇങ്ങനെ വേണേലും ചിന്തിക്കാം. എടാ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് 870. 12% 870. 12% 870 ആണ്. അവൻ മൈൻഡിൽ നിന്ന് ആലോചിക്കും 1% എന്ന് പറയുന്നത് 870/12. ഇതാണ് 1%. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നു അതിൻ്റെ വാങ്ങിയ വില. വാങ്ങിയ വില 100%. ഒന്നിനെ നമുക്ക് 100 ആക്കണം. ഇതാണ് 1%. അതിനെ 100 ആക്കാൻ ഇൻറ്റു 100 ഒറ്റ സ്റ്റെപ്പിൽ വേണമെങ്കിലും ഒപ്പിക്കാം. ചോദ്യം ഇങ്ങനെയാണ്: പവൻ സോൾഡ് ആൻ ഐറ്റം അറ്റ് എ ലോസ് ഓഫ് 12.5%. പവൻ എന്ന് പറയുന്ന ആള് ഒരു സാധനം 12.5% നഷ്ടത്തിൽ വിറ്റു. ഓക്കെ. ഇഫ് ഹി ഹാഡ് സോൾഡ് ദ ഐറ്റം ഫോർ ₹56 more, he would have gained 22.5%. അവൻ ഇതിന് ഒരു 56 രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭശതമാനം 22.5% വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഐറ്റം ടു ഗെറ്റ് 25% പ്രോഫിറ്റ്? അങ്ങനെയാണ് 25% ലാഭം കിട്ടണമെങ്കിൽ ഈ വസ്തു എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നതാണ് ചോദ്യം. ഇപ്പം നമ്മൾ ചെയ്തതിനേക്കാളും ഒരു കുറച്ചുകൂടെ ഡോസ് കൂടിയ ഒരു സാധനം. ഒന്നുകൂടെ പറയുന്നു. പവനെന്ന് പറയുന്ന ആള് ഒരു വസ്തു 12.5% നഷ്ടത്തിന് വിറ്റു. അവൻ ഇതിന് 56 രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം 22.5% ആയേനെ. ഇവിടെ വരെ നമുക്ക് നോക്കാം, ബാക്കി അവിടെ നിൽക്കട്ടെ. പവൻ ഒരു വസ്തു 12.5% നഷ്ടത്തിന് വിറ്റു. അപ്പോഴേ ഉറപ്പിച്ചോണം, പവൻ ആ വസ്തു വിറ്റത് മുടക്കിയ 100 കിട്ടിയില്ല, 12.5% നഷ്ടം സംഭവിച്ചു. അപ്പൊ പവൻ ആ വസ്തു വിറ്റത് 87.5%. ഓക്കെ. കാര്യം മുടക്കിയ 100 കിട്ടിയില്ല, 12.5% നഷ്ടം സംഭവിച്ചു. അപ്പൊ 87.5% പവൻ ആ വസ്തു വിറ്റത്. ഇനി ഇതിന് ഒരു 56 രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ, ഇതിന് ഒരു 56 രൂപ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വാങ്ങിയിരുന്നെങ്കിൽ ലാഭം 22.5% ആവും. എന്ന് പറഞ്ഞാൽ മുടക്കിയ 100 കിട്ടും, പിന്നെ ഒരു 22.5% ലാഭമായിട്ടും കിട്ടും. 122.5% കിട്ടും. ഓക്കെ ആണോ? ഇപ്പോ നമ്മുടെ പഴയ ട്രാക്ക് ആയില്ലേ? ഒന്നുകൂടെ പറയുന്നു. ഒരു വസ്തു അവൻ 12% നഷ്ടത്തിൽ വിറ്റു. 12% നഷ്ടത്തിൽ വിറ്റാൽ അവൻ 87.5% കിട്ടിയുള്ളൂ. ഇതിനൊരു 56 രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ, 56% കൊടുക്കരുത്, 56 രൂപ അധികം വാങ്ങിയിരുന്നെങ്കിൽ ലാഭം 22.5 ആവും. മുടക്കിയ 100ഉം ലാഭോടെ ചേർത്ത് 122.5% നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എടാ 87% കൂടെ 56 കൂട്ടുമ്പോഴാണ് 122% ആവുന്നത്. അപ്പൊ 87% കൂടെ 97%, 107%, 117%, പിന്നെ ഒരു 5.
87.5% 35% കൂടെ ചേരുമ്പോഴാണ് 122.5% ആകുക. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കണക്ട് ചെയ്യും. ഇവിടെ 35% വന്നാൽ മാത്രമേ 122.5% ആവൂ. ആ 35 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ 87.5 10 ആകുമ്പോൾ 97.5, പിന്നെയും 10 ആകുമ്പോൾ 107.5, പിന്നെയും 10 ആകുമ്പോൾ 117.5, പിന്നെ ഒരു 5 122.5. അപ്പോൾ 87.5% 35% കൂടെ ചേർന്നാലേ 122% ആവൂ. അപ്പൊ ഇവിടെ ചേർന്ന 56 എന്ന് പറയുന്നത് മക്കളെ 35%. ഡൗട്ട് ഉണ്ടോ? ഇനി അഥവാ ഇതുവരെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. എടാ ഈ 87.5% 122% തമ്മിലുള്ള വ്യത്യാസമാണ് 56. അത് മര്യാദയ്ക്ക് വന്ന് പറഞ്ഞാൽ മതി, ഒന്ന് വളച്ച് കഥയാക്കിയെന്നേ ഉള്ളൂ. അപ്പൊ ഒന്നുകൂടെ പറയുന്നു, 12% നഷ്ടത്തിന് വിറ്റ 87%, പിന്നെ 56 എക്സ്ട്രാ വെക്കുമ്പോഴാണ് 122 ആവുന്നത്. അപ്പൊ ഈ 87% ഈ 122% തമ്മിലുള്ള വ്യത്യാസമാണ് എക്സ്ട്രാ വാങ്ങിയ 56. 87 122 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി 35%. 35%മാണ് 56. ഇനി നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നേ? നമ്മളോട് വാങ്ങിയ വില ചോദിച്ചാൽ നമ്മൾ 100% കണ്ടുപിടിക്കും. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഐറ്റം ടു ഗെറ്റ് 25%. നമുക്കൊരു 25% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപ കിട്ടണം? എടാ 25% ലാഭം കിട്ടണമെങ്കിൽ മുടക്കിയ 100 വേണം, പിന്നെ 25 കൂടെ വേണം. 125% വിൽക്കണം. അതെത്ര എന്നല്ലയോ ചോദ്യം. 35% 56 ആണെങ്കിൽ 125% എത്ര എന്നല്ലയോ നമ്മളോട് ചോദിച്ചേക്കുന്നേ? ഒന്നുകൂടെ പറയുന്നു, 87.5% 122% തമ്മിലുള്ള വ്യത്യാസമാണ് 56. 87 122 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 35%. 35%മാണ് 56. നമ്മളോട് വാങ്ങിയ വില ചോദിച്ചാൽ നമ്മൾ 100% കണ്ടുപിടിക്കും. നമ്മളോട് ഇവിടെ എന്തോ ചോദിച്ചേ? വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഐറ്റം ടു ഗെറ്റ് 25% പ്രോഫിറ്റ്. 25% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപ? എടാ 25% ലാഭം കിട്ടണമെങ്കിൽ മുടക്കിയ 100 വേണം, പിന്നെ ഒരു 25 എക്സ്ട്രാ ഇവിടെ വേണം. 125% വേണം. അതെത്ര എന്നല്ലയോ ചോദ്യം. 35% 56 ആണെങ്കിൽ 125% എത്ര എന്നല്ലയോ ചോദിച്ചേക്കുന്നേ? ഈ സാധനം നേരെ ക്രോസ് ചെയ്യാം. 125 ഇൻറ്റു 56 ഡിവൈഡഡ് ബൈ 35. ഇവിടെ 2, ഇവിടെ 1. 35ഉം 56ഉം നമുക്ക് 7 കൊണ്ട് വെട്ടാം. 7 കൊണ്ട് 35നെ വെട്ടിയാൽ 5, 7 കൊണ്ട് 56നെ വെട്ടിയാൽ 8. 125ഉം 5ഉം നമുക്ക് 5 കൊണ്ട് വെട്ടാം. 125നെ 5 കൊണ്ട് ഹരിച്ചാൽ മേളിൽ 5 വരും, 25 വരും, താഴെ 1 വരും. 25 ഗുണം 8, 25 ഗുണം 8 നമ്മുടെ ഉത്തരം 200 ആണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇനി ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയും ചിന്തിക്കും, എടാ ഇവര് തമ്മിലുള്ള വ്യത്യാസമാണ് 56. 87.5% 122% തമ്മിലുള്ള വ്യത്യാസമാണ് 56. 87 122 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 35%. 35%മാണ് 56. 35% 56 ആണ്. 1% എന്ന് പറഞ്ഞാൽ 56/35. ഇതാണ് 1%. 1% കിട്ടിയാൽ നിനക്ക് എന്തും ചെയ്യാം. നിന്നോട് ഇവിടെ ചോദിച്ചേക്കുന്നത് 25% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? 25% ലാഭം കിട്ടണമെങ്കിൽ 125% വേണം. കാര്യം മുടക്കിയ 100 വേണം, പിന്നെ 25 എക്സ്ട്രാ. 125% വേണം. 1%ത്തെ 125% ഇൻറ്റു 125 ചെയ്താലും മതി. ഒറ്റയടിക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടും. സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ചെയ്ത അത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ്, പൂർണ്ണമായും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ RRB ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷയ്ക്ക് വന്നതാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തീർച്ചയായും നിങ്ങൾക്കിതൊരു പ്രയോജനമായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയും ക്ലാസ്സുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറി.